mind, ready to explore right up in the sky. I need you to listen, I need you to hear, and don't show any fear. I've been flying from town to town, from London to Taiwan. I've been all around the globe trying to protect your soul. We are heroes tonight, we will fly above the sky. We are heroes tonight, yeah. We are heroes tonight, we will fly above the sky. We are heroes tonight, yeah. Town to town, from London to Taiwan. I've been all around the globe trying to protect your soul. Nightmares creep while you and me repeat. This bittersweet heat is suffocating. I'm waiting and always hesitating. Kryptonite desires set my heart afire. Heart on fire. Set my heart afire. With crimson secrets and forbidden bliss, can't stay still, don't stop that thrill. My bones crave your skin, temptation within, mistakes ignite the silence. Nightmares creep while you and me repeat. This bittersweet heat is suffocating. I'm waiting and always hesitating. Kryptonite desires set my heart afire. Heart on fire. Set my heart afire. Yeah.
അപ്പോൾ ഹലോ ഗായ്സ്, വെൽക്കം ടു സ്ട്രീം വാർഗോഡ് വാർഫെയർ ലൈറ്റിലേക്ക് നിങ്ങൾക്കെല്ലാം സ്വാഗതം. അപ്പോൾ നമ്മുടെ മെമ്പേഴ്സ് എല്ലാം കയറിക്കൊണ്ടിരിക്കുന്ന സ്ലോട്ട് നമ്പർ 4 ഇരിക്കുന്ന ഹോവാക്കിലെ മെമ്പേഴ്സാണ്. ഹോവാക്സ് XLR8, ഹോവാക് കേരള കിങ് ആൻഡ് കേരള ഗോഡ് എന്നിവരാണ് കയറിയിരിക്കുന്നത്. ഹോവാക് ടീമിന് ഒറാക്കിൾ ടീമിന് വേണ്ടി അവിടെ നിയോ, ജാസ് ആൻഡ് എല്ലോബിയോ, അതോടൊപ്പം തന്നെ നമ്മുടെ റിക് കയറിയിട്ടുണ്ട്. TR ടീമിന് വേണ്ടി അവിടെ മാഡ് മാക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് സൗത്ത് റോഡ്, അതേമാതിരി റഷർ എന്നിവരാണ് കയറിയിരിക്കുന്നത്. റോളക്സ് ആണ് ഫെയ്ത്തിൻ ടീമിന് വേണ്ടി. ഏത് ടീമാണെന്ന് ഞാൻ എങ്ങനെ പറയും? ഫെയ്ത്ത്, റോളക്സ്, അതേമാതിരി തന്നെ സൈക്കോ ഡീമൺ എല്ലാം, DK ടീം എല്ലാം ഒരുമിച്ച് നിൽക്കുന്നു. സ്ലോട്ട് നമ്പർ 8 മെമ്പേഴ്സ് ഉണ്ട്. പിന്നെ എല്ലാ ഗോഡ്സ് ഓൺ മെമ്മറി. വെൽക്കം ടു സ്ട്രീം ഗണേഷ് ബ്രോ. അപ്പം ഗണേഷ് ബ്രോ എത്തിയിരിക്കുകയാണ് നമ്മുടെ സ്ട്രീമിൽ. അപ്പോൾ താങ്ക് യു ഗോ ഫോർ ദ സപ്പോർട്ട്. അപ്പോൾ SN4 മെമ്പേഴ്സ് ഇവിടെ സ്ലോട്ട് നമ്പർ 9 വെയിറ്റ് ചെയ്തിട്ടുണ്ട്. SN4 ബ്ലോപ്പ്, ബിലീവർ, ടാർഗറ്റ് എന്നിവരാണ് കയറിയിരിക്കുന്നത്. സ്ലോട്ട് നമ്പർ 10 ഇരിക്കുന്ന റേറ്റിലെ മെമ്പേഴ്സാണ് റേറ്റ്, ഋഷവ്, ശുഭു ആൻഡ് ടോക്സിക്, അതേപോലെ തന്നെ യാഷ് എന്നിവരാണ് കയറിയിരിക്കുന്നത്. F1 ടീമിന് വേണ്ടി അവിടെ C10, മാഡ്മാൻ, ബെയിൻ ആൻഡ് ഹിറ്റ്മാൻ കയറിയിട്ടുണ്ട്. എക്സ്കൾസിന് വേണ്ടി ആഷിഖ്, ഫ്രീക്ക്, സൽമാൻ ആൻഡ് AP ക്രേസി എന്നിവരാണ് കയറിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ G10 ടീമിന് വേണ്ടി ഷസാം, കോളനി, ഷെൽബി ആൻഡ് ഡ്രോൺ കയറിയിട്ടുണ്ട്. IGX 1Xന് വേണ്ടി അവിടെ യദു, 1X എഡ്ഗർ ആൻഡ് 1X അദ്വൈത് ടോം എന്നിവരാണ് കയറിയിരിക്കുന്നത്. RBL ടീമിന് വേണ്ടി ക്രോണോസ്, കിഡോപ്പി, ആസ്രിയൽ ആൻഡ് ബീസ്റ്റ് അവിടെ കയറിയപ്പോൾ SBI ടീമിന് വേണ്ടി AKM, ഡ്യൂഡ്, ബോസ് ആൻഡ് ജെറ്റ് ഫയർ എന്നിവരാണ് കയറിയിരിക്കുന്നത്. NOTP ടീമിന് വേണ്ടി അവിടെ വൈപ്പർ ആൻഡ് പോയിസൺ കയറിയപ്പോൾ ആഷസ് ടീമിന് വേണ്ടി ആക്സി, ക്യാഷ്, സൈക്ലോൺ, ആഷസ്, വെനം ആൻഡ് ഈവിൾ എന്നിവരാണ് കയറിയിരിക്കുന്നത്. LMX ടീമിന് വേണ്ടി അവിടെ ബെർലിൻ, ഗോസ്, സൈക്കോ, ബീറൂസ് എന്നിവരവിടെ കയറി വന്നപ്പോൾ അപ്പോൾ റെയ്ത് വിജാസ്, വെൽക്കം ടു സ്ട്രീം. അപ്പോൾ വെക് ഫാൻസർ എന്തായാലും കുഴപ്പമില്ല. നമ്മുടെ LMX ടീമിന് വേണ്ടി ബെർലിൻ, ഗോസ്, സൈക്കോ, ബീറൂസ് എന്നിവരവിടെ കയറിയപ്പോൾ T ഗോഡിലെ ക്രസ്റ്റി, പോപ്പൈ ആൻഡ് ഡെവിൾ വൈറ്റി, ഖാൽ എന്നിവരാണ് T ഗോഡ് ടീമിന് വേണ്ടി കയറിക്കുന്നത്. LX ടീമിന് വേണ്ടി അവിടെ ക്രഷർ കയറി വന്നിട്ടുണ്ട്. ബാക്കി മെമ്പേഴ്സൊക്കെ കയറാനുണ്ട്. വാർഗോഡ് ടീമിന് വേണ്ടി അവിടെ വാർഗോഡ്, സാംസൺ, ജഡ്ജർ, കിൽറാറ്റ് ആൻഡ് ബ്ലിറ്റ്സ് എന്നിവരാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഏകദേശം 68 മെമ്പറോളം എത്തിയിട്ടുണ്ട്. വൈകണ്ടിയിലാണ് ഇന്നത്തെ ലൈറ്റ് വാർഫെയർ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഗായ്സ്, അപ്പം വൺസ് അഗെയിൻ എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് ആരാണ് പടക്കുന്നതെന്ന് അറിയാം. കേരള ടീമിലെ മെമ്പേഴ്സ് അവിടെ കയറി വരുന്നുണ്ട്. കേരളയിലെ ജാഗോപ്പി അവിടെ കയറി വരുന്നുണ്ട്. ജാഗോപ്പി ആൻഡ് കേരള സോണിക്ക് ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ NOTയിലെ ലിൽ പ്രോയുടെ അവിടെ കയറി വന്നിട്ടുണ്ട്. ഹോവാക് കേരള ആക്സുഡ് അവിടെ ഹോവാക് ടീമിന് വേണ്ടി അവിടെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഹോവാക് ടീം അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒറാക്കിൾ ടീം അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. TR ടീം അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഫെയ്ത്തിലെ മെമ്പേഴ്സ് DK എന്ന് പറയാം, DK ടീം അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ DKയിലെ മെമ്പേഴ്സ് എല്ലാം അവിടെ സെറ്റ് ആയിട്ടുണ്ട്. SN4 ഒരു മെമ്പർ ഇവിടെ കയറാറുണ്ട്. റേറ്റിലെ മെമ്പേഴ്സ് എല്ലാം സെറ്റാണ്. F1 ടീം മെമ്പേഴ്സ് അവിടെ 3 പേര് കയറിയിട്ടുണ്ട്. എക്സ്കൾസിലെ മെമ്പേഴ്സ് അവിടെ കയറിയിട്ടുണ്ട്. അപ്പോൾ എക്സ്കൾസ്, ഫ്രീക്ക്, സൽമാൻ, സ്കൾ, APKC എന്നിവരാണ് അവിടെ കയറിയിരിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ G10 മെമ്പേഴ്സ് എല്ലാം അവിടെ സെറ്റായിട്ട് ഇപ്പോൾ 1Xലെ മെമ്പേഴ്സ് എല്ലാം സെറ്റായിട്ടുണ്ട്. RBL ടീം മെമ്പേഴ്സ് അവിടെ സെറ്റായിട്ടുണ്ട്. SBI ടീം മെമ്പേഴ്സ് അവിടെ സെറ്റായിട്ടുണ്ട്. NOTയിലെ ഒരു മെമ്പർ ഇവിടെ കയറാറുണ്ട്. കേരള ടീമിലെ ലിക്വിഡ് ആൻഡ് ഹാസം ഇവിടെ കയറി വന്നതോടുകൂടി കേരള ടീം അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ആഷസ് ടീമിൻ്റെ ഒരു മെമ്പറിനെ പുറത്ത് പോയിട്ടുണ്ടെന്ന്. അപ്പോൾ ആഷസിലെ മെമ്പേഴ്സിനെ ഇനിയും കാണാനുണ്ട്. അപ്പോൾ LMX ടീം അവിടെ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കാൻ LXലെ ബാക്കി മെമ്പേഴ്സും വരാനുണ്ട്. അപ്പോൾ എനിക്ക് ചെറിയതായിട്ട് എന്തൊക്കെയോ ലാഗ് ഫീൽ ചെയ്യുന്നു ഓഡിയോയിൽ. ഗൈസ്, നിങ്ങൾക്കും ഉണ്ടോ? അതിൻ്റെ സ്ട്രെങ്ത് എല്ലാം വളരെ ഓപ്പിയാണ്, കുഴപ്പമില്ല. ബിറ്റ് റേറ്റ് ഒക്കെ ഏകദേശം 18,000 ഉണ്ട്. അപ്പോൾ ഇതുവരെ ഒന്നും കുഴപ്പം കാണുന്നില്ല. അപ്പോൾ 70 മെമ്പേഴ്സ് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാച്ച് കൃത്യ സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കൃത്യസമയത്ത് നിന്ന് 3 മിനിറ്റ് ലേറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, എനിവേ, അപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വൈക്കൻറ്റി വാർഫെയറിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. വാർഗോഡിൻ്റെ ലൈറ്റ് വാർഫെയറിൽ ഇന്ന് ആരടിക്കുമെന്ന് അറിയാൻ ആഷസ് പ്രൊഫസർ എത്തിയിരിക്കുകയാണ്. ആഷസ് പ്രൊഫസറും വെൽക്കം ടു സ്ട്രീം. അപ്പോൾ ആഷസ് പ്രൊഫസറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ ചാറ്റിലേക്ക്. അപ്പോൾ നമ്മൾ വൈകണ്ടിക്കുള്ളിൽ കയറിയിരിക്കുകയാണ്. നമ്മുടെ ലോബിയിലെത്തിയിരിക്കുകയാണ്. നമ്മൾ സ്ലോട്ട് നമ്പർ 4 വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഹെവാക് ടീം, ഒറാക്കിൾ ടീം സ്ലോട്ട് നമ്പർ 5, TR at സ്ലോട്ട് നമ്പർ 6, DK at സ്ലോട്ട് നമ്പർ 7, SN4 at സ്ലോട്ട് നമ്പർ 9, റെയ്ത്ത് at സ്ലോട്ട് നമ്പർ 10. അപ്പം ഷിജാദിക്ക ഉയർ എന്ന് പറയുന്നുണ്ട്. റെയ്ത്ത് വിജാസ്. അതോടൊപ്പം തന്നെ F1 ടീം സ്ലോട്ട് നമ്പർ 11, എക്സ്കൾസ് at 12, G10 at 13, നമ്മുടെ 1X at 14, RBL ടീം at 15, SBI ടീം at 16, NOT ടീം at 17, കേരള ടീം at 18 and 20 for ആഷസ്, LMX at 22, T ഗോഡ് at 23, LX ഓൺലി ക്രഷർ, അതേമാതിരി വാർഗോഡ് at 25. അപ്പോൾ വിജാസ് ശരിക്കും എന്ന് പറയുന്നുണ്ട്. ആഷസ് പ്രൊഫസർ ആൻഡ് വിജാസ് തമ്മിലുള്ള ചാറ്റ് അവിടെ ഗോയിങ് ഓൺ. അപ്പോൾ നമ്മുടെ ഹോവാക് കേരള ഗോഡ് ചരിഞ്ഞും മെറിഞ്ഞും ഒക്കെ നോക്കുന്നുണ്ട്. അപ്പം ഇതാണ് സ്ഥിതികൾ. അറ്റ് പ്രസൻറ്റ് നമ്മുടെ ഫ്ലൈറ്റ് എടുക്കാൻ പോവുകയാണ്. 4 സെക്കൻഡുകൾ കൂടെ മാത്രം അപ്പം ഈ മാമാങ്കം തുടങ്ങാനായിട്ട്. അപ്പം നമ്മുടെ ഫ്ലൈറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഫ്ലൈറ്റ് അവിടെ പതുക്കെ പൊങ്ങി ഉയർന്നു കഴിഞ്ഞു.
അപ്പോൾ ഫ്ലൈറ്റ് പാത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ കാൻഡ്രയ്ക്കൊക്കെ മുകളിലൂടെയായി, ഡൈനോ പാർക്കിന് മൂവാത്രയ്ക്കൊക്കെ മുകളിലൂടെയായി വിഹാർ ഏരിയയിൽ അവസാനിക്കുന്നതാണ് നമ്മുടെ ഫ്ലൈറ്റ് പാത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ആയിരിക്കും സ്ഥിതിഗതികൾ എന്നുള്ളത്. അപ്പോൾ ട്രിവാനോ, സബാവ, പോർട്ട് ഏരിയയൊക്കെ ലക്ഷ്യം വെച്ച് പോകുന്നവർക്ക് വളരെയധികം ദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. ഗറോക്ക ഏരിയയിലും ഡോബ്രോമിസ്റ്റയിലൊക്കെ വളരെ എളുപ്പത്തിലെത്താമെങ്കിൽ തന്നെയും ഒക്കെ നമ്മുടെ കോൾ മൈൻ സബാവ റീജിയനിലേക്ക് വളരെ ദൂരം പോകേണ്ടിയിരിക്കുന്നു. റേജ് ഹാസ് ഓടിക്കണം മാസ്റ്റർ എന്ന് പറയുന്നുണ്ട്. ദിൽ റാഗ് ഡി വെൽക്കം ടു ദ ശ്രീ. അപ്പോൾ ഹിറ്റ് മാൻസർ ഉയർ എന്ന് പറയുന്നുണ്ട് ദിൽ റാഗ് ഡി. അപ്പം F1 സപ്പോർട്ടറാണെന്ന് തോന്നുന്നു, F1 ഹിറ്റ്മാൻ സപ്പോർട്ട് ചെയ്യാനായിട്ടാണെന്ന് തോന്നുന്നു ദിൽ റാഗ് എത്തിയിരിക്കുന്നത്. അപ്പോൾ F1 ടീം ഇവിടെ ഓൾറെഡി ജമ്പ് എടുത്തിട്ടുണ്ട്. വൈനറി ലക്ഷ്യമാക്കി പോകുന്നുണ്ട് നമ്മുടെ മിസ്റ്റർ ടോക്സിക്. സ്ലോട്ട് നമ്പർ 10 മിസ്റ്റർ ടോക്ക് റൈറ്റിലെ മെമ്പേഴ്സ് ആണെന്ന് തോന്നുന്നു. സിമെൻറ്റ് ഫാക്ടറി ഏരിയയിലൊക്കെ പോകുന്നുണ്ട്. 1X മെമ്പേഴ്സ് അവിടെ പെഡോസ്റ്റർ റീജിയനിലേക്ക് പോകുന്നുണ്ട്. വില്ല ഏരിയ ലക്ഷ്യമാക്കിയാണെന്ന് തോന്നുന്നു SBI ടീം പോകുന്നുണ്ട്. വാർഗോഡിലെ മെമ്പേഴ്സ് അവിടെ ജമ്പ് എടുത്തിട്ടുണ്ട്. ഹൊവാക്കിലെ മെമ്പേഴ്സ് അവിടെ ജമ്പ് എടുത്തിട്ടുണ്ട്. ടി ഗോഡ് അവിടെ മൂവാത്ര റീജിയനിലാണോ പോകുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും കേരള ടീം അവിടെ ഡോബ്രോമിസ്റ്റോ ഏരിയയിലേക്ക് പോകുന്നുണ്ട്. വിഹാർ ഏരിയയിൽ കുറച്ച് ടീം മെമ്പേഴ്സിനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഡൈനോ പാർക്ക് ഏരിയയിൽ കുറച്ച് മെമ്പേഴ്സിനെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഹൊവാക്കിൻ്റെ പുറകെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഹൊവാക്ക് അവിടെ പതുക്കെ ഗറോക്ക റീജിയനിൽ കവർ ചെയ്ത് കഴിഞ്ഞു. വാർഗോ ടീം അവിടെ ഗറോക്കയിൽ എത്തിയിട്ടുണ്ട്. അപ്പം ആരുടെ ഫൈറ്റ് ആയിരിക്കും ആദ്യം നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ അറിയണം. അപ്പോൾ LMX ടീം ആൻഡ് TR തമ്മിലുള്ള ഫൈറ്റ് നടക്കുമോ അതോ ടി ഗോഡ് ആൻഡ് NOT തമ്മിലുള്ള ഫൈറ്റ് നടക്കുമോ? വാർഗോ ടീമിൻ്റെ അടുത്തേക്ക് തന്നെ പോകാം. വാർഗോ ടീമിൻ്റെ അവിടെ 3-4 ടീം മെമ്പേഴ്സ് ഓൾറെഡി വന്നിറങ്ങിയിട്ടുണ്ട്. നോക്കുവാണെങ്കിൽ എക്സ്കൾസിലെ മെമ്പേഴ്സിൻ്റെ തൊട്ടടുത്താണ് വാർഗോ ടീം മെമ്പേഴ്സ് ഇറങ്ങിയത്. വാർഗോഡ് സാംസൺ അവിടെ നേരെ പെട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. വാർഗോഡ് സാംസൺ അവിടെ ഏറ്റവും മേളിൽ തന്നെ എത്തിയിട്ടുണ്ട്. വാർഗോഡ് സാംസൺ അവിടെ അടി കിട്ടാൻ ചാൻസ് ഉണ്ട്. ആദ്യം തന്നെ സാംസൺ ഇറങ്ങിയിരിക്കുന്നത് പണി വാളിയിട്ടുണ്ട്. നേരെ ചെന്ന് പെട്ടത് നമ്മുടെ എക്സ്കൾസിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഇനി ഫൈറ്റിംഗ് ഒക്കെ എന്താണെന്ന് അറിയത്തില്ല. അപ്പം പിസ്റ്റലൊക്കെ എന്തായാലും കിട്ടിയിട്ടുണ്ട്. ആശാന്മാർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ടീം നമ്പർ 15 തൊട്ടടുത്ത് തന്നെ ഉണ്ട്. എക്സ്കൾസിലെ മെമ്പേഴ്സിനുണ്ട്. ടീം നമ്പർ 15 എന്ന് പറയുമ്പോൾ നമ്മുടെ RVL മെമ്പേഴ്സാണ്. RVL മെമ്പേഴ്സും തൊട്ടടുത്ത്. RVL ക്രോണോസിൻ്റെ അടുത്താണ് ജഡ്ജർ നിൽക്കുന്നത്. ജഡ്ജർ ഒറ്റയ്ക്കായി പോയിട്ടുണ്ട്. വാർഗോ ടീമിൽ നിന്ന് ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എക്സ്കൾസിലെ ക്രേസി അവിടെ നിൽക്കുന്നുണ്ട്. 2 more for 800. യെസ് ഗോസ് ഗോൺ. അപ്പോൾ ഇനി സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ് ചെയ്യുക. അപ്പോൾ RVL ടീമും വാർഗോ ടീമും തമ്മിലുള്ള ഫൈറ്റാണ് ആദ്യം തന്നെ നടക്കാൻ പോകുന്നത് എന്ന് തോന്നുന്നു. RVL ടീം പതുക്കെ വാർഗോഡ് സാംസൻ്റെ അടുത്തേക്ക് കയറി വന്നുകൊണ്ടിരിക്കുന്നു. ജഡ്ജർ തൊട്ട് താഴെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. എക്സ്കൾസിലെ മെമ്പേഴ്സിനെ സ്പോട്ട് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സാംസൺ, ബ്ലിറ്റ്സ്, കിൽറാറ്റ് ആൻഡ് ജഡ്ജറാണ് വാർഗോ ടീമിന് വേണ്ടി ഇറങ്ങി നിൽക്കുന്നത്. എക്സ്കൾസിലെ മെമ്പേഴ്സ് അവിടെ നിൽക്കുന്നുള്ളൂ. വേറെ എവിടെയെങ്കിലും ഫൈറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ സോൺ ഫോം ആയിട്ടുണ്ട്. സോൺ നമുക്ക് എക്സ്ട്രീം സൗത്ത് ആയിട്ട് തന്നെ ഫോം ആയിട്ടുണ്ട്. വാർഗോഡ് മെമ്പേഴ്സ് അവിടെ ഫൈറ്റ് കൊടുത്ത് കഴിഞ്ഞു. വാർഗോഡിൻ്റെ അടുത്തേക്ക് RVL മെമ്പേഴ്സ് കയറി വന്നുകൊണ്ടിരിക്കുന്നു. സാംസൺ അവിടെ ഹോട്ടേക്ക് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ആശ്രയൽ തൊട്ട് ബാക്കിൽ കൂടെ പതുക്കെ കയറി വന്നുകൊണ്ടിരിക്കുന്നു. വാർഗോഡിലെ കിൽറാറ്റ് ഒന്ന് സെപ്പറേറ്റ് ആണ്. ബ്ലിറ്റ്സ് അവിടെ സെപ്പറേറ്റ് ആണ്. ജഡ്ജർ അവിടെ സെപ്പറേറ്റ് ആണ്. അപ്പോൾ ആരെ റിവൈവ് ചെയ്യാൻ സാധിക്കുമെന്ന് പറയത്തില്ല. അപ്പോൾ റേറ്റ് വിജാസ് റോഡ് ടു 1K എന്ന് പറയുന്നുണ്ട്. താങ്ക് യു റേറ്റ് വിജാസ്. അപ്പോൾ റേറ്റ് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എത്തിക്കാം. അപ്പോൾ എന്തായാലും വാർഗോഡ് മെമ്പേഴ്സിൻ്റെ ഫൈറ്റാണ് ഇപ്പോൾ തൽക്കാലം നടക്കാൻ കഴിയുന്നത്. എന്തായാലും എക്സ്കൾസിലെ സൽമാൻ അവിടെ വണ്ടിയൊക്കെ എടുത്ത് പോയിട്ടുണ്ട്. ജഡ്ജർ ഇതെല്ലാം കണ്ട് അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ജഡ്ജർ ബാൻ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. അടിയൊന്നും നടക്കുന്നില്ല. അപ്പോൾ നോക്കുകയാണെങ്കിൽ RVL ടീമിൻ്റെ അടുത്തേക്ക് തന്നെ വീണ്ടും പോകാം. RVL ബീസ്റ്റ് അവിടെ സാംസനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ബീസ്റ്റിനെ നോക്കുകയാണെങ്കിൽ ബീസ്റ്റ് അവിടെ ഓടി നടക്കുകയാണ്. എന്തോ ഒരു ചോപ്പിനെസ് ഫീൽ ചെയ്യുന്നു. അപ്പം MS ഒക്കെ വളരെ കൂടുതലായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പം 200-നടുത്ത് MS ഒക്കെ ഉണ്ട്. C46 ഉണ്ടോ? C46 ഇല്ലല്ലോ. C46 മെമ്പേഴ്സ് ഇല്ല. RVL ടീമും അടുത്ത ഫൈറ്റ് എടുക്കാൻ ചാൻസ് ഉള്ളത് കുറേ മെമ്പേഴ്സ് ഇവർ മാത്രമേ ഉള്ളൂ. വേറെ എല്ലാ മെമ്പേഴ്സും തൊട്ട് സേഫാണ്. F1 മെമ്പേഴ്സിനെ നോക്കാം. F1 ടീം മെമ്പേഴ്സ് അവിടെ പതുക്കെ ടീം നമ്പർ 9 അടുത്തേക്ക് എത്തുന്നുണ്ട്. ടീം നമ്പർ F1 നമ്മുടെ ആരാന്ന് തോന്നുന്നു, C10 ആണെന്ന് തോന്നുന്നു. പതുക്കെ ടീം നമ്പർ 9 അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണിത്? ലോഡാവുന്നില്ലല്ലോ. C10 നോക്കാം. C10 SN4 ബിലീവറിൻ്റെ ഒക്കെ അടുത്തേക്കാണ് ഓടി ചെന്നുകൊണ്ടിരിക്കുന്നത്. SN4 ബിലീവറിനെയൊക്കെ സ്പോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ബിലീവർ ഇതെല്ലാം കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. തൊട്ടടുത്ത് തന്നെ ബിലീവർ ഓടി നടക്കുന്നുണ്ട്. SN4 ബ്ലോപ്പ് ആൻഡ് ടാർഗറിന് അടുത്തടുത്തായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ എന്തായാലും എന്താകും സ്ഥിതി എന്നറിയത്തില്ല. അപ്പോൾ ബാക്കിയുള്ള മെമ്പേഴ്സിനെല്ലാം പതുക്കെ സോണിലേക്ക് പോകേണ്ടതുണ്ട്. നമ്മുടെ റേറ്റിലെ മെമ്പേഴ്സിന് നല്ല ദൂരം സോണിൽ സഞ്ചരിക്കാനുണ്ട്. അതേമാതിരി 1X മെമ്പേഴ്സിനും SBI മെമ്പേഴ്സിനും വാർഗോഡ് മെമ്പേഴ്സിനും എല്ലാവർക്കും തന്നെ. നമ്മുടെ ഒറാക്കിൾ ടീമിനെ നോക്കാം. ഒറാക്കിൾ ടീമിന് കഴിഞ്ഞ ദിവസത്തെ ചിക്കൻ ഡിന്നർ കൊണ്ടുപോയ ഒറാക്കിൾ ടീം അവിടെ മനോഹരമായിട്ട് തന്നെ പൊരുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇന്നലെ കണ്ടത്. അപ്പം എന്തായാലും ഇന്ന് അവർ വളരെ ദൂരമാണ്. ഇവർക്ക് സോണിലേക്ക് വളരെ ദൂരം പോകേണ്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ സോണിൻ്റെ യാത്രകൾ വളരെ ദുഷ്കരമായിരിക്കും. ജഡ്ജർ കാണിക്കുന്നുണ്ടല്ലോ എൻ്റെ മോനെ OP.
അപ്പോൾ നമുക്ക് വീണ്ടും വാർഗോഡിൻ്റെ ഫൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ വാർഗോഡ് മെമ്പേഴ്സ് ആൻഡ് എസ്കൽ വേഴ്സ് RVL ടീമിൻ്റെ ഫൈറ്റിലേക്ക് പോകുമ്പോൾ എന്താകും സ്ഥിതി എന്ന് നോക്കാം. വാർഗോഡിലെ ബ്ലിറ്റ്സ് അവിടെ നിൽക്കുന്നുണ്ട്, ലോഡ് ആവാൻ വളരെയധികം താമസം വരുന്നുണ്ട് എന്തായാലും ഇന്ന്. അപ്പോൾ ബാക്കി എക്സ്കൾസ് അവിടുന്ന് എടുത്ത് മാറിയിട്ടുണ്ട്. RVL ടീം മെമ്പേഴ്സ് ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. RVL ടീം മെമ്പേഴ്സ് പതുക്കെ കയറി വരാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. വാർഗോഡ് ആൻഡ് RVL തമ്മിലുള്ള ഫൈറ്റ് ആദ്യം തന്നെ നടക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതെന്തായാലും മുന്നോട്ട് പോകുന്നില്ല, ഫൈറ്റുകളൊന്നും കാണുന്നില്ല. നിൽക്കുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്തായാലും പതുക്കെ മെമ്പേഴ്സ് അവിടെ കയറി നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ഒരു ഫൈറ്റ് കാണാൻ നമുക്ക് സാധിക്കും. അപ്പം സൈക്ലോൺ ആഷസിൻ്റെ അടുത്തേക്ക് പോകാം. ആഷസ് ടീം ആൻഡ് കേരള ടീം അടുത്തടുത്തായിട്ട് നിൽപ്പുണ്ട്. ആഷസ് ടീമിലെ മെമ്പേഴ്സ് അവിടെ ഓടി നടക്കുന്നു. കേരള ടീമിൻ്റെ തൊട്ടടുത്ത് തന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്ന കേരളത്തിലെ ഹാസിമൊക്കെ ഇതെല്ലാം സ്പോട്ട് ചെയ്ത് വെച്ചേക്കാന്ന് തോന്നുന്നു കേരള ടീം ഓടുന്നത്. അപ്പോൾ ആഷസ് ടീമിനെ ഒന്ന് സ്പോട്ട് ചെയ്ത് വെച്ചേക്കാണ് കേരള ടീം വേഴ്സ് ആഷസ് നടക്കുമോ ഇനിയും നോക്കേണ്ടിയിരിക്കുന്നു. കേരള ആഷസിൻ്റെ അടുത്തേക്ക് പതുക്കെ ലിക്വിഡൊക്കെ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. സോണിക്കൊക്കെ അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. AKC ഒക്കെ ഓടി നടക്കുന്നു. ഈവിൾ ഓടി നടക്കുന്നു. കേരളയിലെ ഹാഷിം ജഡ്ജ് ജാഗോപ്പിയാന്ന് തോന്നുന്നു. ജാഗോപ്പി അവിടെ ഈവിളിനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഈവിൾ അത്യാവശ്യം ഹെൽത്തിന് ഡാമേജൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈവിൾ അവിടെ ഒരു കവറിൽ പോയിട്ടുണ്ട്. അപ്പോൾ കേരള ടീമിലെ മെമ്പേഴ്സ് അവിടെ നിൽക്കുന്നു, ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നുള്ളൂ. അവിടെ കേരളത്തിലെ ഹാസിം. അപ്പോൾ F1 മെമ്പേഴ്സിനെ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. F1 C10 അവിടെ ഡൗൺ ആയിട്ടുണ്ട്. ഹിറ്റ്മാൻ്റെ അടുത്തേക്ക് പോകാം. ഹിറ്റ്മാൻ എപ്പോഴും നടക്കുന്നത് SN4 ആൻഡ് F1 തമ്മിലുള്ള ഫൈറ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. F1 ടാർഗെറിന് ഓൾറെഡി ഒരു കില്ലെടുത്ത് കഴിഞ്ഞു. നമ്മുടെ C10 അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. F1 C10 അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. SN4 ടാർഗറിനൊക്കെ പതുക്കെ കയറി ചെന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. നമ്മുടെ F1 മാഡ്മാൻ, ഹിറ്റ്മാൻ എന്നിവർ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. SN4 ടാർഗറിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഹിറ്റ്മാൻ എന്തായാലും ഫൈറ്റ് ഒന്നും കൊടുക്കുന്നില്ല. ബ്ലോപ്പൊക്കെ അവിടെ തൊട്ടടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ബ്ലോപ്പൊക്കെ പതുക്കെ കയറി ചെന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താണ് സ്ഥിതിഗതികൾ എന്ന് നമുക്ക് ദൂരെ നിന്ന് നോക്കാം. അപ്പോൾ F1 മെമ്പേഴ്സിനെ കാണാൻ സാധിക്കുന്നുണ്ട്. അതേമാതിരി SN4 മെമ്പേഴ്സ് പതുക്കെ ഹിറ്റ്മാൻ്റെ അടുത്തേക്ക് കയറി വരികയാണ്. നമ്മുടെ SN4 ആൻഡ് ഹിറ്റ്മാൻ തമ്മിലുള്ള ഫൈറ്റ് എങ്ങനെ ആകുമെന്ന് അറിയത്തില്ല. ടാർഗേറിയൻ പതുക്കെ മൂവ് ചെയ്യുന്നുണ്ട്. ബ്ലോപ്പ് അവിടെ കയറി വരുന്നുണ്ട് ഹിറ്റ്മാൻ്റെ അടുത്തേക്ക്. അതേമാതിരി മാഡ്മാൻ അവിടെ ഒന്ന് നിൽക്കുകയാണ് ഹോൾഡ് ചെയ്ത്. ബാർബറ്റോസ് നീ മിസ് ചെയ്യുന്നു റൂം മാച്ചസിൽ എന്ന് പറയുന്നു. എന്തായാലും വിജാസ് സാഡ് ലൈഫ് എന്ന് പറയുന്നുണ്ട് പ്രൊഫസർ. അപ്പോൾ SN ലോപ്പ് അവിടെ നിൽക്കുന്നുണ്ട്. ഹിറ്റ്മാൻ അവിടെ ഒറ്റയ്ക്ക് ഓടി നടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. SN4 മെമ്പേഴ്സിന് T-ഗോഡ് അവിടെ NOT വൈപ്പറിനെ അടിച്ചിട്ടുണ്ട്. T-ഗോഡ് മെമ്പേഴ്സ് അവിടെ ഫൈറ്റ് എടുത്ത് കഴിഞ്ഞു. T-ഗോഡ് മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് പോകുകയാണെങ്കിൽ NOT ടീമുമായിട്ട് അവിടെ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. T-ഗോഡിലെ പോപ്പൈ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. NOTയിലെ വൈപ്പർ അവിടെ ഡൗൺ ആണ്. NOTയിലെ ലിൽ പ്രോ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ലിൽ പ്രോയുടെ അടുത്തേക്ക് വൈപ്പർ അവിടെ കയറിക്കൊണ്ടിരിക്കുന്നു. T-ഗോഡ് ക്രസ്റ്റി അവിടെ ഇപ്പോഴും നിൽക്കുന്നേ ഉള്ളൂ. ക്രസ്റ്റി ഹാൽ അവിടെ ദൂരെ കൂടെ ഓടി ചെല്ലുന്നുണ്ട്. ഡെവിൽ വൈറ്റിനെ സ്പോട്ട് ചെയ്യാൻ. ഡെവിൽ വൈറ്റ് NOT പോയിസിനെയൊക്കെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഫെയ്ത്ത് റോളക്സ് ടീം നമ്പർ 7 ഫെയ്ത്ത് റോളക്സ് അവിടെ ഇപ്പോഴും ഉണ്ട്. NOT പോയിസനൊക്കെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. NOT ലിൽ പ്രോയുടെ അടുത്തേക്ക് പതുക്കെ നീങ്ങേണ്ടതായിട്ടുണ്ട്. ഡെവിൽ വൈറ്റിക്ക് ക്രസ്റ്റി ഇപ്പോഴും അവിടെ നിന്ന് ഫയർ. ക്രസ്റ്റിയുടെ അടുത്തേക്ക് ഒരു മോളി വന്നിട്ടുണ്ട്. മോളിയുടെ ഡാമേജ് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ലിൽ പ്രോ ഒക്കെ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. പതുക്കെ അവിടെ റിവൈവ് ആയിട്ടുണ്ട്. ലിൽ പ്രോ അവിടെ റിവൈവ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ല, NOT വൈപ്പർ അവിടെ റിവൈവ് ആയിട്ടുണ്ട്. T-ഗോഡ് ക്രസ്റ്റിനെ അവിടെ എന്തായാലും മോളിയിട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. T-ഗോഡിലെ ഒരു മെമ്പർ ഡൗൺ ആയിട്ടുണ്ട്. T-ഗോഡ് പോപ്പൈനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. NOT മെമ്പേഴ്സ് അവിടെ പതുക്കെ കയറി വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. NOT മെമ്പേഴ്സ് T-ഗോഡിലെ ഡെവിൽ വൈറ്റിനെ സ്പോട്ട് ചെയ്തിട്ടില്ല. ബാക്കിൽ കൂടെ വരുന്ന ഒരു ഖാലിനെ സ്പോട്ട് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ഖാലും അവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഡെവിൽ വൈറ്റിനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ലിൽ പ്രോനെയാണ് കണ്ടത്. NOT വൈപ്പർ അവിടെ ഓടി നടക്കുകയാണ് ഡെവിൽ വൈറ്റിക്ക് അടുത്തേക്ക്. അപ്പോൾ ഡെവിൽ ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. ഡെവിൽ ഒറ്റയ്ക്ക് നടക്കുമോ? ഖാൽ എവിടെയാണ്? ഖാൽ അത്യാവശ്യം നല്ല ദൂരത്തിൽ തന്നെയാണ്. ഖാൽ അവിടെ ദൂരെ നിന്ന് ഫയറും കൊടുക്കുന്നുണ്ട്. നമ്മുടെ വൈപ്പറിനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചു. ഡെവിൽ വൈറ്റിനെ അവിടെ സ്പോട്ട് ചെയ്ത് വൈപ്പർ എന്തായാലും ഡൗൺ ചെയ്തിട്ടുണ്ട്. വൈപ്പറിൻ്റെ മനോഹരമായ സ്പ്രേ. അപ്പോൾ വൈപ്പർ അവിടെ ഓടിച്ചെല്ലുകയാണ് ഡെവിൽ വൈറ്റിയുടെ കിൽ അവിടെ കൺഫേം ചെയ്യാനായിട്ട്. അപ്പോൾ ഖാൽ അവിടെ ദൂരെ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കട്ടെ. ഖാൽ അവിടെ ദൂരെ നിന്ന് ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കവറിങ് വിജയിച്ചില്ല. അപ്പോൾ എന്തായാലും ഡെവിൽ വൈറ്റി അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. T-ഗോഡിലെ മെമ്പേഴ്സ് അവിടെ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം T-ഗോഡിലെ മെമ്പേഴ്സ് അവിടെ ഫൈറ്റ് എടുത്തതിന് ശേഷം പതുക്കെ അവിടെ നിന്ന് പിന്മാറിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ലിൽ പ്രോയിലെ ഫെയ്ത്ത് റോളക്സ് അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ടീം നമ്പർ 7 ഫെയ്ത്ത് റോളക്സ് അവിടെ ദൂരെ നിന്ന് ഫയർ കൊടുത്ത് ലിൽ പ്രോനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. NOT വൈപ്പറിനെ ഒക്കെ സ്പോട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. NOT ലിൽ പ്രോയുടെ കിൽ അവിടെ കൺഫേം ചെയ്യും. ലിൽ പ്രോയുടെ റോളക്സ് കിൽ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫെയ്ത്ത് റോളക്സ് NOT മെമ്പേഴ്സിനെ അവിടെ പതുക്കെ പിടിച്ച് അടിച്ചുകൊണ്ടിരിക്കുന്നു. സൈക്കോ ടീമിനൊക്കെ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. DK ടീം മെമ്പേഴ്സ് അവിടെ കയറി ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. DK ടീം പതുക്കെ അവിടെ ഫ്ലാങ്ക് ചെയ്ത് കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. DK മെമ്പേഴ്സ് ചെറിയൊരു ചോപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പം എന്തായാലും DK മെമ്പേഴ്സിനെ നോക്കാം. NOT മെമ്പേഴ്സ് NOT വൈപ്പറിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും വൈപ്പർ അവിടെ മരത്തിൻ്റെ കവറിൽ പോയിട്ടുണ്ട്. മരത്തിൻ്റെ കവറിൽ നിന്ന് ഫൈറ്റിംഗ് നടക്കുന്നില്ല. NOT പോയിസൺ അവിടെ പതുക്കെ ഓടി വരുന്നുണ്ട്. NOT പോയിസനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. പോയിസൺ അവിടെ ഒരു കവറിൽ എത്താനുള്ള ശ്രമത്തിലാണ്. T-ഗോഡിലെ ഖാൽ ഇതെല്ലാം ശ്രമിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. എന്തായാലും വാർഗോഡ് ടീമിൻ്റെ അവിടെ ഫൈറ്റ് നടക്കുന്നത്. വാർഗോഡ് ടീമിൻ്റെ അടുത്തേക്ക് പോകുകയാണെങ്കിൽ വാർഗോഡ് ടീം ആൻഡ് RVL തമ്മിലുള്ള ഫൈറ്റ് നടക്കുമായിരുന്നു. RVL ടീമിലെ മെമ്പേഴ്സ് അവിടെ ഡൗൺ ആയിട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ കേരള ടീം ആൻഡ് ആഷസ് ടീം അവിടെ ഫൈറ്റ് എടുക്കുന്നുണ്ട്. കേരള ടീം ആൻഡ് ആഷസിൻ്റെ ഫൈറ്റ് നോക്കുമ്പോൾ സൈക്ലോൺ ആഷസ് അവിടെ ഡൗൺ ആയിട്ടിരിക്കുകയാണ്. കേരളയിലെ മെമ്പേഴ്സ് ഓരോരോ ആഷസിലെ ഓരോരോ മെമ്പേഴ്സ്
മെമ്പേഴ്സിനായിട്ട് അവിടെ ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുക. ഹാസിം അവിടെ ഓടി ചെല്ലുന്നുണ്ട്. സോണി കോപ്പിയാന്ന് തോന്നുന്നു ഫ്രണ്ടിൽ നിന്ന് നയിക്കുന്നത്. സോണി കോപ്പി അവിടെ തൊട്ടടുത്ത് നിൽക്കുകയാണ്. ബാക്കി ആഷസിലെ ഈവിൾ മാത്രം ശേഷിക്കുന്നതെന്ന് തോന്നുന്നു. ആഷസിലെ ബാക്കി 2 മെമ്പർ ഡൗൺ ആയിട്ടിരിക്കുകയാണ്. ഈവിൾ ഒറ്റയ്ക്ക് അവിടെ കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റിവൈവ് ചെയ്യാൻ ചെന്നതാണ്. അപ്പോൾ ആഷസ് ഈവിളിനെ സ്പോട്ട് ചെയ്തു. കേരള സോണിക്ക് ആഷസ് ഈവിളിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെനത്തിനെയൊക്കെ റിവൈവ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ആക്സി അവിടെ റിവൈവ് ആയിക്കൊണ്ടിരിക്കുന്നു. വെനത്തിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ജാഗോപ്പി അവിടെ കയറി വരുന്നുണ്ട്. ഹാസിം അവിടെ കയറി വരുന്നുണ്ട്. ഹാസിം അവിടെ പതുക്കെ കയറി വരികയാണ്. നമ്മുടെ വെനത്തിനെയൊക്കെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ആഷസ് ഈവിൾ എന്തായാലും കവർ കയറിയിട്ടുണ്ട്. ആഷസ് ഈവിൾ ദൂരെ നിന്ന് ഫയർ കൊടുക്കാൻ ജാഗോപ്പി അവിടെ ആഷസ് ഈവിളിനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആഷസ് മെമ്പേഴ്സ് അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ കേരള ടീം മെമ്പേഴ്സ് വീണ്ടും അവിടെ ആഷസുമായിട്ടുള്ള ക്ലച്ചിൽ വിജയിച്ചിരിക്കുകയാണ്. സോണിക് OP 3 കില്ലോട് കൂടി OP പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും എൻ്റെ മോനെ ഒരു രക്ഷയില്ല. കേരള ടീം അവിടെ ഫിനിഷ് ചെയ്തേക്കാണ്. ഒറാക്കിളൊക്കെ പതുക്കെ സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സോണിലേക്ക് പതുക്കെ മെമ്പേഴ്സൊക്കെ എല്ലാം കയറി വന്നിട്ടിരിക്കുമ്പോൾ ടീഗോയുടെ കാലിനെ നമുക്ക് നോക്കാം. കാൽ അവിടെ നീഡൊക്കെ ഇട്ട് നിൽക്കുകയാണ്. അപ്പോൾ NOTയിലെ മെമ്പേഴ്സ് അവിടെ കയറി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. NOT മെമ്പേഴ്സുമായിട്ടുള്ള ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. NOT വൈപ്പറിനെതിരെയൊക്കെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കാലിനെ അവിടെ സ്പോട്ട് ചെയ്ത് NOT വൈപ്പർ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവർ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ പതുക്കെ സൈക്കോ DK മെമ്പേഴ്സൊക്കെ അവിടെ ഓടി നടക്കുകയാണ്. DK മെമ്പേഴ്സ് NOT മെമ്പേഴ്സിനെയൊക്കെ സ്പോട്ട് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. DK മെമ്പേഴ്സ് പതുക്കെ ഓടി നടക്കുകയാണ്. അപ്പോൾ ഇനിയും പതുക്കെ സോണിൽ കയറുന്നവർ തമ്മിലുള്ള ഫൈറ്റുകളായിരിക്കും ഇനി നടക്കാനുള്ള. SN4 മെമ്പേഴ്സ് പതുക്കെ സോണിലേക്ക് കയറി വരുന്നു. വാർഗോഡ് ടീം മെമ്പേഴ്സ് പതുക്കെ സോണിലേക്ക് പോകുന്നു. അപ്പം ടീം നമ്പർ 10 അവിടെ സോണിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റെയ്ത്തിലെ മെമ്പേഴ്സ് അവിടെ സോണിലേക്ക് കയറുന്നുണ്ട്. റെയ്ത്തിലെ മെമ്പേഴ്സ് ആൻഡ് ടീം നമ്പേഴ്സ് ടീം നമ്പർ ഹൊവാക്ക് തമ്മിലുള്ള ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ബാക്കിലിട്ട് നോക്കാം. ടീമുകൾ തമ്മിലുള്ള ദൂരം നോക്കാം. അപ്പോൾ എന്തായാലും റെയ്ത്തിലെ യാഷ് അവിടെ SBIയിലെ മെമ്പേഴ്സിനെതിരെ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. തൊട്ട് പുറകെ ഹൊവാക്ക്, കേരള കിങ് എന്നിവരെ അവിടെ കയറി വരുന്നുണ്ട്. ആർക്കെതിരെയാണ് ഫൈറ്റ് എടുക്കുന്നതെന്ന് നോക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ SBI മെമ്പേഴ്സ് ആയിരുന്നു ദൂരെ നിന്ന് പോയ SBI മെമ്പേഴ്സിനെതിരെ ഫൈറ്റ് എടുത്താണ്. ഹൊവാക്കിലെ കേരള കിങ് ഒക്കെ പതുക്കെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കേരള ടീം അവിടെ റെയ്ത്തിലെ മെമ്പേഴ്സിനെ സ്പോട്ട് ചെയ്യുമെന്ന് അറിയത്തില്ല. എന്തായാലും റെയ്ത്തിലെ മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹൊവാക്ക് ടീം മെമ്പേഴ്സ്. ഹൊവാക്ക് ദൂരെ നിന്ന് അവിടെ ഫയർ കൊടുത്ത് റെയ്ത്തിലെ ഋഷവിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. കേരള കിങ് അവിടെ മനോഹരമായി G36 വെച്ചുള്ള ഫയറിംഗ് ആയിരുന്നു. എന്തായാലും പതുക്കെ ഓരോ മെമ്പേഴ്സിനായിട്ട് ഡൗൺ ചെയ്ത് പതുക്കെ കയറാനുള്ള എന്തായാലും നോക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കി 3 ടീം മെമ്പേഴ്സ് അവിടെ അറ്റാക്കിന് കയറുന്നുണ്ട്. കേരള അവിടെ പതുക്കെ കയറി ചെന്നുകൊണ്ടിരിക്കുന്നു. ഹൊവാക്കിലെ കേരള ആക്സ്, കേരള ഗോഡ് എന്നിവരെല്ലാം കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും റെയ്ത്തിലെ നമ്മുടെ മെമ്പർ ഋഷവ് അവിടെ റിവൈവ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും ഒന്ന് ചുറ്റും വളയാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. അപ്പോൾ സോൺ പതുക്കെ പണി തരാൻ ചാൻസ് ഉണ്ട്. സോണിലേക്ക് പോകേണ്ടിയിരിക്കുമ്പോൾ കേരള ടീമിന് ചെറിയ രീതിയിലൊരു തോണിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഹൊവാക്കിങ് അവിടെ നിൽക്കുന്നുള്ളൂ. സുബ്രു അവിടെ വണ്ടി എടുത്ത് പോകുന്നുണ്ട്. സുബ്രുവിനെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഹൊവാക്കിലെ സുബ്രു ആണോ ശുഭു ആണ്. ഓക്കെ, ശുഭുവിനെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ശുഭുവിനെതിരെ ഫയർ കൊടുത്തിട്ടുണ്ട്. കേരള ഗോഡ് അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഗോഡ് അവിടെ ദൂരെ നിന്ന് ശുഭുവിനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തു. അപ്പോൾ യാഷ് അവിടെ ഡൗൺ ആയിരുന്നു. ശുഭുവിൻ്റെ അടുത്തേക്ക് പതുക്കെ കയറി വന്നുകൊണ്ടിരിക്കുന്ന ടോക്സിക്കിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കേരള നമ്മുടെ ശുഭു അവിടെ റിവൈവ് ആയിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നീഡുകളും കാര്യങ്ങളൊക്കെ അടുത്തേക്ക് ഇട്ടിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ നല്ലൊരു കവറിങ് നമുക്ക് കിട്ടാൻ നമുക്ക് മെമ്പേഴ്സ് അവിടെ നീഡുകളും കാര്യങ്ങളൊക്കെ എടുത്ത് എറിയാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. അപ്പം സോണിൻ്റെ ഡാമേജിൽ നിന്ന് അത്യാവശ്യം കിട്ടാൻ ചാൻസ് ഉണ്ട് കേരള ടീം. അപ്പോൾ നമ്മുടെ ശുഭു അവിടെ ഡൗൺ ആയിട്ടുണ്ട്. മനോഹരമായ ഒരു നീഡായിരുന്നു. എന്തായാലും ശുഭുവിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അവർ റെയ്ത്ത് കേരള ഗോഡിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഋഷഭ് എന്തായാലും അവിടെ മനോഹരമായിട്ട് ഫയർ ചെയ്ത് ഋഷഭിൻ്റെ അടുത്തേക്ക് ഒരു നീഡ് വന്നിട്ടുണ്ട്. എന്താകും സ്ഥിതി എന്നറിയത്തില്ല. ടോക്സിക് അവിടെ ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഋഷഭ് അവിടെ ഒറ്റയ്ക്ക് കയറി ചെല്ലാനുള്ള ശ്രമം. ഋഷഭിനെ അവിടെ കേരള ആക്സ് സ്പോട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തു. അപ്പം നമ്മുടെ റെയ്ത്തിലെ മെമ്പേഴ്സിനെ എല്ലാം അവിടെ ഹൊവാക്ക് ടീം അവിടെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഹൊവാക്ക് ടീമിൻ്റെ മനോഹരമായ പ്രകടനം. പതുക്കെ എല്ലാ മെമ്പേഴ്സും സോണിനുള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുമ്പോൾ സോണിനുള്ളിൽ ഒരു പടക്കം പൊട്ടിയിട്ട് നടക്കാൻ ചാൻസ് ഉണ്ട്. ഒറാക്കിൾ ടീം അവിടെ കയറി വരുന്നു. കേരള ടീം അവിടെ കയറി വരുന്നു. ടീം നമ്പർ 12 എക്സ്കൾസിലെ മെമ്പേഴ്സിൻ്റെ അടുത്തേക്കാണെന്ന് തോന്നുന്നു കേരള ടീം എത്തിക്കൊണ്ടിരിക്കുന്നത്. എക്സ്കൾസിലെ മെമ്പേഴ്സുമായിട്ട് ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. കേരള ടീം പതുക്കെ മുന്നോട്ട് കയറിയിരിക്കുകയാണ്. കേരള സോണിക് ഹാസിം ആൻഡ് ജാഗോപ്പി നിൽക്കുന്നേ. അവർക്ക് ലിക്വിഡിനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആദ്യം തന്നെ. അപ്പോൾ അതോടൊപ്പം തന്നെ എക്സ്കൾസിനെ നോക്കുകയാണെങ്കിൽ അവരൊക്കെ ഓടി നടന്ന് ലൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ വാർഗോഡ് ടീം മെമ്പേഴ്സ് പതുക്കെ സോണിനുള്ളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വാർഗോഡ് ബ്ലേഡ്സ്, വാർഗോഡ് സാംസൺ ആൻഡ് ജഡ്ജർ അവിടെ പതുക്കെ കയറിക്കൊണ്ടിരിക്കുന്നത്. ജഡ്ജർ ഒറ്റയ്ക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ജഡ്ജറോട് വെഹിക്കിളും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ആശാൻ അവിടെ ഓടി നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ തൊട്ട് ഫ്രണ്ടിൽ ഹൊവാക്കിലെ മെമ്പേഴ്സ് ഉണ്ട്. അവരുടെ അടുത്തേക്ക് ജഡ്ജർ ഓടി ചെന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജഡ്ജർ വണ്ടി മാത്രമേ കണ്ടിട്ടുള്ളെന്ന് തോന്നുന്നു. വണ്ടി കണ്ട് ഓടി ചെല്ലുകയാണ്. അപ്പോൾ ജഡ്ജറിന് പറ്റുന്ന അമളി എന്ന് നമുക്ക് വീണ്ടും പറയാം.
ജഡ്ജർ അവിടെ നെഞ്ചും വിരിച്ച് കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ജഡ്ജർ അവിടെ നെഞ്ചും വിരിച്ച് ഒപ്പിക്ക് കളിക്കാൻ ചെല്ലുകയാണ്. കേരള ടീമിലെ മെമ്പേഴ്സിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്നില്ല അറിയത്തില്ല. എന്തായാലും കയറി ചെന്നു. ജഡ്ജർ ഹൊവാക് ടീമിന്റെ ഫ്രണ്ടിൽ പെട്ടു. ജഡ്ജറിനെ അടിച്ചു. ജഡ്ജറിന് നല്ല ഡാമേജ്. ജഡ്ജർ അവിടെ ഫസ്റ്റ് എയ്ഡ് കിറ്റൊക്കെ എടുത്തിരിക്കുകയാണ്. ഹൊവാക്കിലെ കേരള കിങ് അവിടെ കയറി വന്നു. ജഡ്ജറിനെ അവിടെ ഡൗൺ ചെയ്തു. ജഡ്ജർ എന്തായാലും അവിടെ ഡൗൺ ആയിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ജഡ്ജറിനെ അവിടെ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ഹൊവാക് ടീം അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം നെഞ്ചും വിരിച്ച് കയറി വന്നിരുന്ന ജഡ്ജറിനെ അവിടെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മുടെ ജഡ്ജർ ഇതൊന്നും അറിഞ്ഞില്ല. വണ്ടി എടുക്കാൻ വന്നതാണ്. വണ്ടി എടുത്തിട്ട് പോയേണ്ടേനെയും നിങ്ങൾ എന്തിനാ മനുഷ്യന്മാരെ അവരെ അടിച്ചത്? അപ്പോൾ വാർഗോഡ് മെമ്പേഴ്സ് ഇനി റൂട്ട് മാറ്റുന്നതായിരിക്കും. വാർഗോഡിലെ മെമ്പേഴ്സ് പതുക്കെ ഇനി സോണിലേക്ക് കയറേണ്ടിയിരിക്കും. അപ്പോൾ അവർ റൂട്ട് മാറി കയറുന്നതായിരിക്കും. അപ്പം നോക്കുവാണെങ്കിൽ നമ്മുടെ മെമ്പേഴ്സ് എക്സ്കൾസ് ആൻഡ് TR ടീം അടുത്തടുത്തായിട്ട് കാണുന്നത്. ബാക്കി ആരും തന്നെ തൽക്കാലം ഫൈറ്റ് എടുക്കാൻ ചാൻസ് ഇല്ല. G10ലെ മെമ്പേഴ്സ് നല്ലൊരു പൊസിഷനിൽ എത്തിയിരിക്കുകയാണ്. സെൻറ്റർ ഓഫ് ദ സോൺ എന്ന് പറയാം. 1Xലെ മെമ്പേഴ്സും ഏകദേശം സെൻറ്റർ ഓഫ് ദ സോൺ തന്നെ. കേരള ടീമും അവിടെ സെൻറ്റർ ഓഫ് ദ സോൺ തന്നെ എടുത്തിട്ടുണ്ട്. SBI ടീം മെമ്പേഴ്സ് റൊട്ടേറ്റ് ചെയ്തിട്ട് എത്തിയിട്ടുണ്ട്. അപ്പം ലാൻഡ് മാസിൻ്റെ സെൻറ്ററിലാണ് എന്തായാലും SBI ടീം നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ SN4 അവിടെ സോണിൽ കയറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കേരള ഹൊവാക്, കേരള ആക്സ് ഇപ്പോഴും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ആക്സ് അവിടെ വന്ന് കയറാനുണ്ട്. അപ്പോൾ നേരെ ടീം നമ്പർ 6ൻ്റെ അടുത്തേക്കാണ് കയറി ചെന്നുകൊണ്ടിരിക്കുന്നത്. ഹൊവാക്കിലെ ബാക്കി മെമ്പേഴ്സ് ടീം നമ്പർ 6ഉമായിട്ടുള്ള ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. T6ൻ്റെ അടുത്തേക്കാണ്. നമ്മുടെ TR ടീം മെമ്പേഴ്സിൻ്റെ അടുത്തേക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. TR ടീം മെമ്പേഴ്സുമായിട്ടൊരു ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ടോ? ഹൊവാക് ടീം മെമ്പേഴ്സ് ആണ് കില്ലിംഗ് സ്പ്രീ ആണ്. ഇപ്പോൾ ഓൾറെഡി 5 കില്ലൊക്കെ എടുത്ത് കഴിഞ്ഞായിരുന്നു. നമ്മുടെ റേറ്റിലെ മെമ്പേഴ്സിനെ ഫിനിഷ് ചെയ്തു. വാർഗോഡിലെ ജഡ്ജറിനെ അവിടെ ഫിനിഷ് ചെയ്തു. ജഡ്ജർ അവിടെ ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഹൊവാക് മെമ്പേഴ്സ് അവിടെ ഫിനിഷ് ചെയ്തതിന് ശേഷം പതുക്കെ നമ്മുടെ അടുത്ത TR ടീമുമായിട്ടുള്ള ഫൈറ്റ് എടുക്കാൻ എത്തിയിരിക്കുകയാണ് നമ്മുടെ ഹൊവാക് മെമ്പേഴ്സിൻ്റെ ഒരു കിടിലൻ കളിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സോൺ വീണ്ടും ഫോം ആയിട്ടുണ്ട്. പകുതി സോണോളം തന്നെ വെള്ളത്തിലാണ് ഇപ്പോഴും നടക്കുന്നത്. അപ്പോൾ ഫെയ്ത്തിലെ മെമ്പേഴ്സിന് പതുക്കെ സോണിനുള്ളിലേക്ക് കയറണം. ഒറാക്കിൾ മെമ്പേഴ്സിന് അവിടെ സോണിനുള്ളിലേക്ക് കയറണം. വാക്കിന് അവിടെ സോണിനുള്ളിൽ കയറണം. നമ്മുടെ TR ടീമിന് അവിടെ സോണിനുള്ളിലേക്ക് കയറണം. വാർഗോഡ് ടീം മെമ്പേഴ്സിന് അവിടെ സോണിനുള്ളിൽ കയറണം. LMX ടീം സോണിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. SN4 അവിടെ SN4 ആൻഡ് നമ്മുടെ LXലെ ക്രഷർ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. LXലെ ക്രഷർ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നു. SN4ലെ മെമ്പേഴ്സ് പതുക്കെ അടുത്തോട്ട് ക്ലോസിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ SN4ലെ മെമ്പേഴ്സ് പതുക്കെ ക്ലോസിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ കാഴ്ചകൾ, മനോഹരമായ കാഴ്ചകൾ ഇവിടെ നിന്ന് കാണാം. LX ക്രഷർ അവിടെ നല്ലൊരു ക്യാമ്പിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. SN4 മെമ്പേഴ്സ് അവിടെ കയറി വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്നറിയത്തില്ല. പതുക്കെ SN4ലെ മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് നോക്കാം. മോളിയും കാര്യങ്ങളൊക്കെ എടുത്തെറിയുന്നുണ്ട്. എന്തായാലും LX ക്രഷറിന് അത്യാവശ്യം നല്ല ഡാമേജ് കിട്ടുമെന്ന് തോന്നുന്നു. തൊട്ടടുത്ത് LX ക്രഷറിന് നല്ല മോളിയും ഇടയൊക്കെ ഡാമേജ് കിട്ടുന്നുണ്ട്. എന്തുവാണിത്? തീപ്പന്തങ്ങൾ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൂടെ തീപ്പന്തങ്ങൾ പോയി, തൊട്ടടുത്ത് നീടുകൾ പോയി. LX ക്രഷറിനെ അവിടെ സ്പോട്ട് ചെയ്ത് കയറി ചെന്ന് അവിടെ ക്രഷറിനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ക്രഷർ അവിടെ ഇൻസ്റ്റൻ്റായിട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാൽക്കണിയിൽ നിന്ന് കണ്ട ഷോ ആയിരുന്നത്. അപ്പോൾ ക്രഷർ അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഹൊവാക് അവിടെ ഫൈറ്റ് വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്നു. ഹൊവാക്കിലെ മെമ്പേഴ്സ് അവിടെ ഫൈറ്റ് കൊടുത്തിട്ടുണ്ട്. TRലെ ഒരു സൗത്ത് റോട്ടിനെ അവിടെ എന്തായാലും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്തേക്ക് കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. ഹൊവാക്കിലെ മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് പതുക്കെ കയറിക്കൊണ്ടിരിക്കുന്നു. കേരള ആക്സ് അവിടെ പതുക്കെ ഫ്രണ്ടിൽ നിന്ന് ഇരിക്കുന്നു. ആക്സിൽ കേരള കിങ് അവിടെ കയറി വരുന്നുണ്ട്. 4v3 സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ മാഡ്മാക്സിനൊക്കെ അത്യാവശ്യം നല്ല ഡാമേജ് ഉണ്ട്. ഹൊവാക് കേരള ആക്സ് ഇപ്പോഴും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. മാഡ്മാക്സിൻ്റെ അടുത്തേക്ക് കയറി ചെന്നുകൊണ്ടിരിക്കുന്നു. കേരള കിങ്ങിനെ നോക്കാം. കേരള കിങ് അവിടെ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും മെമ്പറിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അകത്തേക്ക് ഒരു മോളി ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. സോർത്ത് റോട്ടിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും തൊട്ടടുത്ത് തന്നെ അടുത്ത മോളി ഇട്ടതിന് ശേഷം മാറിയിട്ടുണ്ട് നമ്മുടെ എന്തായാലും മെമ്പർ. അപ്പോൾ ബാക്കിൽ കൂടെ അവിടെ ഫൈറ്റ് എടുക്കുന്നു. നമ്മുടെ റാക്കിൾ അവിടെ ദൂരേക്ക് നേടുകളും കാര്യങ്ങളൊക്കെ എടുത്ത് എറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അകത്തേക്ക് ബാക്കി മോളി എറിയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഹൊവാക് ടീം മെമ്പേഴ്സ് വളരെ OP കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോരോ മെമ്പേഴ്സിനെ സ്പോട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ സോൺ അവിടെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ അവർ അടുത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മെമ്പറിനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചു. എന്തായാലും നമ്മുടെ ടീം നമ്പർ 6നെ അവിടെ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ആക്കിയിട്ടുണ്ട് നമ്മുടെ ഹൊവാക് ടീം. അടുത്ത 9 കില്ലിലേക്ക് അവരുടെ കിൽ ഫീഡ് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഹൊവാക് ടീമിനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത ഒറാക്കിൾ മെമ്പേഴ്സ് അവിടെ വാർഗോഡ് ടീമിൻ്റെ തൊട്ടടുത്തുണ്ട്. വാർഗോഡ് ടീമിനെ സ്പോട്ട് ചെയ്ത് വെച്ചേക്ക് വന്ന് വാർഗോഡിലെ മെമ്പേഴ്സ് ഓടി വരുന്നത് കണ്ടിട്ടുണ്ട്. വാർഗോഡ് ബ്ലിറ്റ്സിനെതിരെ അവിടെ ഡാമേജ് കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വാർഗോഡ് സാംസൺ അവിടെ ഒറാക്കിൾ ജാസോപ്പിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്ലിറ്റ്സിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. കിൽ റൈറ്റ് അവിടെ ഓടി വരുന്നു. വാർഗോഡ് ടീം മെമ്പേഴ്സ് അവിടെ എല്ലാവരും ഓപ്പണിൽ തന്നെ, വളരെയധികം ഓപ്പണിൽ തന്നെയാണ് ഓടി വന്നുകൊണ്ടിരിക്കുന്നത്. കിൽ റൈറ്റ് ഇപ്പോഴും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. കിൽ റൈറ്റിനെ നോക്കാം. കിൽ റൈറ്റ് അവിടെ ദൂരെ നിന്ന് M4 വെച്ചുള്ള സ്പ്രേ കൊടുക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒറാക്കിളിലെ എറിക്കിനെ സ്പോട്ട് ചെയ്ത്. അതോടൊപ്പം തന്നെ സാംസനെ നോക്കാം. സാംസൺ ദൂരെ നിന്ന് കാർ 98 വെച്ചുള്ള ഷോട്ടുകൾ കൊണ്ട് ഓരോരുത്തർ മെമ്പേഴ്സിനെ വീഴ്ത്തുന്നുണ്ടായിരുന്നു. തൊട്ട് ഫ്രണ്ടിൽ കേരള ടീമിലെ കാണാൻ സാധിക്കുന്നുണ്ട്. കേരള ടീമിലെ മെമ്പേഴ്സിനെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ എന്തായാലും നിയോനെയൊക്കെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഒറാക്കിൾ നമ്മുടെ എറിക്ക് എന്തായാലും അവിടെ ദൂരെ നിന്ന് ഫൈറ്റിംഗ് ആണ്. ബ്ലിറ്റ്സിനെ അവിടെ സ്പോട്ട് ചെയ്ത് നല്ല ഫയറിംഗ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ബ്ലിറ്റ്സിനെ അവിടെ നിന്ന് അനങ്ങാൻ പറ്റുന്നില്ല.
അപ്പോൾ നമ്മുടെ ഒറാക്കിളിലെ ലോബോ എന്നെ അവിടെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എറിക്ക്. എന്തായാലും ബാക്കിൽ നിന്ന് കേരള ടീം അവിടെ തേർഡ് പാർട്ടി അടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. കേരള ടീമിന് നോക്കാം. കേരളയിലെ ജാഗോപ്പി അവിടെ ഇപ്പോഴും ലൂട്ടിക്കൊണ്ടിരിക്കുന്നു. സോണിക്കാന്ന് തോന്നുന്നു. സോണിക്കാണോ ഹാസിമാണോ എന്നറിയത്തില്ല. ഹാസിം അവിടെ ദൂരെ നിന്ന് എക്സ്കൾസിലെ മെമ്പേഴ്സിനെതിരെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എക്സ്കൾസിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എക്സ്കൾസിലെ സൽമാൻ ആൻഡ് ഹാഷിക്കാണ് അവിടെ നിൽക്കുന്നത്. അവർക്കെതിരെ ഫയറിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹാഷിം അവിടെ പതുക്കെ. അപ്പോൾ ഇനി 12 ടീമുകളിലായിട്ട് 42 മെമ്പേഴ്സാണ് ശേഷിക്കുന്നത്. നമുക്ക് ബാക്കി ഫൈറ്റുകളിലേക്ക് കൂടെ പോകാം. നമുക്ക് G10 നോക്കുവാണെങ്കിൽ G10ൻ്റെ അടുത്ത് NOT മെമ്പേഴ്സ് ഉണ്ട്. NOT മെമ്പേഴ്സിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല. G10 മെമ്പേഴ്സ് അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. തൊട്ടടുത്ത മെമ്പേഴ്സിൽ 1Xലെ മെമ്പേഴ്സും തൊട്ടടുത്ത് തന്നെ ഉണ്ട്. 1Xലെ മെമ്പേഴ്സ് നേരെ കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. NOT മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് പതുക്കെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. 1Xലെ മെമ്പേഴ്സിനെ നോക്കുവാണെങ്കിൽ അവരിപ്പോഴും എല്ലാം ഒരു കോമ്പൗണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. 1Xലെ മെമ്പേഴ്സ് സ്കില്ലുകളും കാര്യങ്ങളൊന്നുമില്ല. LMX ബെർലിൻ ടീം SBI ആയിട്ടുള്ള ഫൈറ്റ് എടുത്തിട്ടുണ്ട്. ടീം SBIക്ക് അടുത്ത് ഫൈറ്റ് നടക്കുന്നു. ടീം SBIനെ നോക്കാം. LMX SBI ഡ്യൂഡൊക്കെ അവിടെ ഓടി നടക്കുന്നുണ്ട്. SBIയിൽ 2 മെമ്പേഴ്സ് അവിടെ ഡൗൺ ആണ്. റിവൈവ് ചെയ്യാൻ SBIയിലെ SOSനെ അവിടെ റിവൈവ് ചെയ്യാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. SBI AKM അവിടെ ഓൾറെഡി അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. SOS അവിടെ റിവൈവ് ആയിക്കൊണ്ടിരിക്കും. ജെറ്റ് ഫയർ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. നമ്മുടെ ടീം LMX ബെർലിൻ ആയിരുന്നു തോന്നുന്നു. LMX ബെർലിൻ അവിടെ കയറി ചെല്ലുന്നുണ്ടായിരുന്നു. SBI ടീം മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് പതുക്കെ കയറി. LMX ഗോസ്റ്റ് അവിടെ നിൽപ്പുണ്ട്. ബീറൂസ് അവിടെ നിൽപ്പുണ്ട്. SBI ജെറ്റ് ഫയർ ഇപ്പോഴും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. പതുക്കെ ഒന്ന് ഫ്ലാങ്ക് ചെയ്ത് കയറി ചെല്ലാനുള്ള ശ്രമമാണ് നമ്മുടെ ബെർലിൻ്റെ ഒറ്റയാൾ പടയോട്ടം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബെർലിൻ അവിടെ വിദൂരതകളിൽ നിന്ന് ഫ്ലാങ്ക് ചെയ്ത് ചെല്ലാനുള്ള ശ്രമത്തിലാണ്. ദൂരെ SBI ടീമിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. SBIയിലെ മെമ്പേഴ്സ് SBI ഡ്യൂഡിനെയൊക്കെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. SBI ഡ്യൂഡൊക്കെ അവിടെ പതുക്കെ മാറിയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്. പതുക്കെ മുന്നോട്ട് കയറാനുള്ള ശ്രമത്തിലായിരിക്കും SBI മെമ്പേഴ്സ്. ബാക്കിൽ കൂടെ അവിടെ സൈക്കോ മെമ്പേഴ്സ് അവിടെ തേർഡ് പാർട്ടി അടിച്ചുകൊണ്ടിരിക്കുന്നു. DXലെ മെമ്പേഴ്സ് അവിടെ നിൽക്കും. DKP ഒവാക്കിലെ കേരള കിങ്ങിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. എന്തായാലും SBI LMX ബെർലിൻ അവിടെ SBI ഡ്യൂഡിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബെർലിൻ്റെ ഒറ്റയാൾ പോരാട്ടം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ഒരു ക്യാമ്പിംഗ് ഏരിയയിലാണ് നിൽക്കുന്നത് നമ്മുടെ DKയിലെ മെമ്പേഴ്സ്. അപ്പോൾ DKയിലെ മെമ്പേഴ്സ് LMXുമായിട്ട് എൻ്റെ ഇടയ്ക്ക് ഫൈറ്റ് നടക്കുന്നുണ്ട്. LMXൻ്റെ ഇത് നോക്കാം. ബെർലിൻ ഗോസ്റ്റ് അവിടെ റിവൈവ് ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബീറൂസിൻ്റെ അടുത്തേക്ക് ജെറ്റ് ഫയർ അവിടെ കയറി വരുന്നുണ്ട്. ജെറ്റ് ഫയർ അവിടെ പതുക്കെ മേളിലോട്ട് കയറി വന്നുകൊണ്ടിരിക്കുമ്പോൾ ജെറ്റ് ഫയർ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഗോസ്റ്റിന് അവിടെ നല്ല ഡാമേജ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബെർലിൻ ഒരു കോണിൽ കൂടെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ മെമ്പേഴ്സിനെ അവിടെ ഡൗൺ ചെയ്തതിന് ശേഷം ബെർലിൻ അവിടെ പതുക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. LMXലെ തൊട്ടടുത്തേക്ക് സ്മോളികളും കാര്യങ്ങളൊക്കെ എടുത്തെറിയുന്നുണ്ട്. ബെർലിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു സ്മോക്ക് എറിയാനുള്ള സ്ഥലമൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പതുക്കെ കയറുന്നുണ്ട്. LMX ബെർലിൻ അവിടെ ബീറൂസിനെ അവിടെ റിവൈവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കി SBIയിലെ മെമ്പേഴ്സ് ഓരോന്നായിട്ട് ഡൗൺ ആയിട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. SBIയിലെ ജെറ്റ് ഫയർ മാത്രമേ ഇനി ശേഷിക്കുന്നുള്ളൂ. ജെറ്റ് ഫയർ അടുത്തേക്ക് കയറി ചെല്ലാനുള്ള ശ്രമം തോന്നുന്നു. ജെറ്റ് ഫയർ അവിടെ പതുക്കെ വന്ന് കവറിൽ നിൽക്കുന്നുണ്ട്. എല്ലാ പ്രിപ്പറേഷൻ എല്ലാം റെഡിയാണ്. നമ്മുടെ ഫ്യൂൽ ക്യാൻ എല്ലാം റെഡി ആയിട്ടിരിപ്പുണ്ട്. ബെർലിൻ അവിടെ കയറി വരാനുള്ള ശ്രമമായിരുന്നു. അപ്പോൾ ബെർലിൻ അവിടെ ഫ്യൂൽ ക്യാൻ എല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നേരത്തെ തന്നെ അടിച്ച് പൊട്ടിക്കാനുള്ള ദൂരെ നിന്ന് അടിച്ച് പൊട്ടിക്കിട്ട് കയറത്തുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ ദൂരെ നിന്ന് അടിച്ച് ഗ്യാസ് ക്യാനൊക്കെ അവർ തന്നെ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പം ഇച്ചിരി ഓപ്പണിലായി പോയി വെച്ച് തരുന്നത് സാധനം. അപ്പോൾ എന്തായാലും ജെറ്റ് ഫയർ അവിടെ താഴെ ചാടിയിട്ടുണ്ട്. ജെറ്റ് ഫയറിൻ്റെ അടുത്തേക്ക് കയറി എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജെറ്റ് ഫയറിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചു. ജെറ്റ് ഫയർ അവിടെ കവറിലെത്തിയിട്ടുണ്ട്. ജെറ്റ് ഫയർ അവിടെ ദൂരെ നിന്ന് ഓടി വരുന്നു. ജെറ്റ് ഫയറിനെ ഓപ്പണിൽ പെട്ടിട്ടുണ്ട്. ജെറ്റ് ഫയറിൻ്റെ ഫ്രണ്ട് ബെർലിൻ വീണിരിക്കുന്നു. ജെറ്റ് ഫയർ അകത്തേക്ക് കയറി ചെല്ലാൻ ശ്രമിക്കുന്നു. ജെറ്റ് ഫയർ അവിടെ കവറിൽ നിൽക്കുന്നു. ജെറ്റ് ഫയറിനെ അവിടെ ഫിനിഷ് ചെയ്തു. അപ്പോൾ ജെറ്റ് ഫയർ അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ LMX ടീം മെമ്പേഴ്സ് അവിടെ ഫൈറ്റിംഗ് ആയിരുന്നു. LMX ടീം മെമ്പേഴ്സ് അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹൊവാക്കിലെ നോക്കാം. കേരള കിങ് ഒക്കെ അവിടെ ഇപ്പോഴും ഫയറിംഗ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. DKയിലെ ഒരു മെമ്പേഴ്സിനെ അവിടെ ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. DK മോൺസ്റ്ററിനെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമത്തിൽ. DKയിലെ ബാക്കി 2 മെമ്പേഴ്സ് അവിടെ ഡൗൺ ആണ്. DK മോൺസ്റ്റർ ഇപ്പോഴും അവിടെ നിന്ന് ഫയറിംഗ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഡീമൻ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. റോളക്സ് അവിടെ പതുക്കെ റിവൈവ് ആയിക്കൊണ്ട്. സൈക്കോ ഡീമൻ അവിടെ പ്ലേ സോണിൽ പെട്ട് ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ കേരള ടീമിന് അവിടെ സോണിൽ കയറേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നു. കേരള ടീം അവിടെ പതുക്കെ ഉള്ളിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. കേരള ടീം ഓൾറെഡി സേഫ് ആണ്. കൈസ് കുഴപ്പമില്ല. DK മോൺസ്റ്ററിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. DK മോൺസ്റ്റർ തൊട്ടടുത്ത് വാർഗോഡിലെ മെമ്പേഴ്സ് എത്തിയിട്ടുണ്ട്. വാർഗോഡിലെ മെമ്പേഴ്സ് അവിടെ തേർഡ് പാർട്ടി അടിക്കാൻ ശ്രമിക്കുമെന്ന് അറിയത്തില്ല. വാർഗോഡിലെ മെമ്പേഴ്സ് എല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ഫൈറ്റിൽ നിന്ന് പിന്നോട്ട് മാറിയിട്ടുണ്ട്. കിൽ റാറ്റൊക്കെ അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. ആ ഫൈറ്റിൽ നിന്ന് പുറമോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ കേരള ടീമിൻ്റെ അടുത്തേക്ക് പതുക്കെ കയറി ചെന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഒറാക്കിൾ മെമ്പേഴ്സ് അവിടെ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വാർഗോഡിലെ മെമ്പേഴ്സിനെ നോക്കുകയാണെങ്കിൽ വാർഗോഡിലെ മെമ്പേഴ്സ് ആരെങ്കിലും ഡൗൺ ആയോ? ഇല്ല, വാർഗോഡിലെ മെമ്പേഴ്സ് അവിടെ ഡൗൺ ആയില്ല. NOTയിലെ മെമ്പേഴ്സ് അവിടെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ
ഹൊവാക്കിനെ നോക്കാം. ഹൊവാക്കിലെ മെമ്പേഴ്സ് എല്ലാം അവിടെ റെഡിയാണ്. LMX ടീം അവിടെ തൊട്ട് ഫ്രണ്ടിലുണ്ട്. LMX ടീമിലെ മെമ്പേഴ്സുമായിട്ടുള്ള ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നു. ഹൊവാക്ക് കിങ്, കേരള കിങ് അവിടെ കയറി ചെന്നിട്ടുണ്ട്. പതുക്കെ ഹൊവാക്കിലെ മെമ്പേഴ്സ് അവിടെ കയറി പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. LMX ടീമിൻ്റെ അടുത്തേക്കുള്ള കയറ്റമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. LMX ഗോസ്റ്റ് ബെർലിനെല്ലാം മേളിൽ നിന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് പതുക്കെ കയറി ചെല്ലാനുള്ള ശ്രമത്തിലാണ്. എന്തായാലും ഹൊവാക്കിൻ്റെ എക്സലറേറ്റിന് അവിടെ നല്ല ഡാമേജ് കിട്ടും. ബീറൂസ് അവിടെ സ്പോട്ട് ചെയ്ത് ഒരു മെമ്പറിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. പതുക്കെ ഹൊവാക്കിലെ ഗോഡ് അവിടെ കയറി ചെല്ലുന്നുണ്ട്. ഗോഡ് അവിടെ ദൂരെ നിന്ന് ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കും. ബെർലിൻ മാത്രം ബാക്കി. ബെർലിനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ബെർലിൻ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. എന്തായാലും ബെർലിൻ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. ബീറൂസ് അവിടെ പതുക്കെ കയറി വരുന്നത്. ബീറൂസിനെ അവിടെ സ്പോട്ട് ചെയ്യാൻ ശ്രമിച്ചു. ബാക്കിൽ കൂടെ തേർഡ് പാർട്ടി മനോഹരമായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹൊവാക്കിലെ മെമ്പേഴ്സിനെ അവിടെ തേർഡ് പാർട്ടി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആരാണ്? നമ്മുടെ വാർഗോഡ് ടീം മെമ്പേഴ്സ്. വാർഗോഡ് സാംസൺ ആയിരുന്നു തോന്നുന്നു. എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു തേർഡ് പാർട്ടി ആയിരുന്നു. മനോഹരമായിട്ട് തന്നെ മെമ്പേഴ്സിനെ എല്ലാം ഡൗൺ ചെയ്തു. നമ്മുടെ ഹൊവാക്ക് മെമ്പേഴ്സ്, നമ്മുടെ കേരള ഗോഡ് ഓൾറെഡി 5 കില്ലെടുത്ത് സെറ്റായിട്ട് നിൽക്കുകയാണ്. 5 കില്ലാണ് എടുത്തേക്കുന്നത് തൽക്കാലത്തേക്ക്. അപ്പോൾ വാർഗോഡിലെ കിൽ റേറ്റ് അവിടെ 4 കില്ലെടുത്തിട്ടുണ്ട്. കിൽ റേറ്റും മനോഹരമായിട്ട് തന്നെ കളിക്കുന്നു. മെമ്പേഴ്സിനെ എല്ലാം സ്പോട്ട് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു. സോൺ പതുക്കെ ചുരുങ്ങുക. ടീമുകളുടെ എണ്ണം കുറയുന്നുണ്ട്. NOT വൈപ്പർ ഒറ്റയ്ക്ക് നിൽപ്പുണ്ട്. NOT വൈപ്പർ ആൻഡ് പോയിസൺ അവിടെ നിൽപ്പുണ്ട്. തൊട്ടടുത്ത് മോളികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആരാണ്? 1Xലെ മെമ്പേഴ്സ് ആണെന്ന് തോന്നുന്നു. 1Xലെ മെമ്പേഴ്സിനെതിരെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. NOT വൈപ്പർ അവിടെ ഡാമേജ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പതുക്കെ ഓരോ മെമ്പേഴ്സിനായിട്ട് വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ജസ്റ്റ് ഗ്ലിച്ചോ കാര്യങ്ങളോ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. 1Xലെ ടോമിനെ ഞാൻ തോന്നുന്നു സ്പോട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 180 പോയിസൺ ആൻഡ് 2 പേര് ചേർന്ന് ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ 1Xലെ അദ്വൈത് അവിടെ എന്തായാലും ഇവിടെ ഫിനിഷ്. NOT വൈപ്പറിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. NOT പോയിസൺ അവിടെ ടോംബിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. പോയിസൻ്റെ അടുത്തേക്ക് പോകുകയാണെങ്കിൽ പോയിസൺ ഇപ്പോഴും അവിടെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. 1X മെമ്പേഴ്സ് അവിടെ പതുക്കെ കയറി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വൈപ്പറിനെ റിവൈവ് ചെയ്യാനുള്ള ശ്രമത്തിലായിരിക്കും. പോയിസൺ ഹീലൊന്നും ഇല്ല. പതുക്കെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. കയറി വന്ന് അവിടെ എൻ്റെ മോനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 1Xലെ മെമ്പേഴ്സിനെ അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. NOT മെമ്പേഴ്സിൻ്റെ മനോഹരമായ കളി. 8 കിലോ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഒറാക്കിൾ അവിടെ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുക. ഒറാക്കിൾ മെമ്പേഴ്സ് അവിടെ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒറാക്കിളിലെ 2 മെമ്പേഴ്സ് അവിടെ ഡൗൺ ആണ്. തൊട്ട് ഫ്രണ്ടിൽ ഒറാക്കിൾ G10ലെ മെമ്പേഴ്സുമായിട്ടുള്ള ഫൈറ്റ് ആയിരുന്നു തോന്നുന്നു. G10ലെ 2 മെമ്പേഴ്സ് ഇപ്പോഴും നിൽക്കുകയാണ്. വാർഗോഡ് സാംസൺ അവിടെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നു. വാർഗോഡ് സാംസൻ്റെ അടുത്തേക്ക് കിൽ റേറ്റ് അവിടെ കയറുക. കിൽ റേറ്റിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ബ്ലിറ്റ്സ് ഇപ്പോഴും അവിടെ നിൽക്കുന്നു. ഹൊവാക്ക് മെമ്പേഴ്സ് വീണ്ടും വന്ന് കില്ലിംഗ് സ്പ്രീ. ഹൊവാക്ക് മെമ്പേഴ്സ് ഒരു രക്ഷയില്ല. ഹൊവാക്കിലെ മെമ്പേഴ്സിന് മൊത്തം നോക്കണം. 16 കിലോ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. വാർഗോഡ് ബ്ലിറ്റ്സ് ഇപ്പോഴും നിൽക്കുന്നേ ഉള്ളൂ. ബ്ലിറ്റ്സിൻ്റെ അടുത്തേക്ക് പതുക്കെ കയറി ചെല്ലാനുള്ള ശ്രമത്തിലാണ്. കേരള ഗോഡോട് മൊത്തത്തിൽ റൊട്ടേറ്റ് ചെയ്ത് കയറി ചെല്ലുന്നത്. കേരള ഹാസിം അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഹാസിം അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തു. ഹാസിം ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഓരോരോ മെമ്പേഴ്സിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. കേരളയിലെ അടുത്തൊരു മെമ്പറിനെ കൂടെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. എന്തായാലും കേരള ഗോഡിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. കേരള ഗോഡ് അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പം എന്തായാലും കേരള സോണിക്ക് അവിടെ ഡൗൺ ആയിട്ടുണ്ട്. ഹൊവാക്കിലെ കേരള കിങ് അവിടെ പതുക്കെ വാർഗോഡിലെ മെമ്പേഴ്സിനെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. വാർഗോഡ് ബ്ലിറ്റ്സിനെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ബാക്കിൽ കൂടെ കേരള ടീം അവിടെ നിൽക്കുമ്പോൾ ഹൊവാക്കിലെ XLR അവിടെ ഹീൽ ബാക്ക് ചെയ്തിട്ട് കയറി ചെല്ലാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ സോണിൻ്റെ ഒരു ഡാമേജ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ആശാൻ പതുക്കെ സോണിനുള്ളിലേക്ക് കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൊട്ട് ഫ്രണ്ടിൽ വാർഗോഡിലെ മെമ്പേഴ്സിനെ കാണാൻ സാധിക്കുന്നുണ്ട്. വാർഗോഡിലെ മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് പതുക്കെ ഹീലൊക്കെ എടുത്ത് കയറി ചെല്ലുകയാണ്. അപ്പോൾ കേരള മെമ്പേഴ്സ് തൊട്ട് ഫ്രണ്ടിലുണ്ട്. കേരളയിലെ ഹാസിമിനെ കാണാൻ സാധിക്കുന്നുണ്ട്. വാർഗോഡ് ബ്ലിറ്റ്സ് എന്തായാലും ദൂരേക്ക് പോകുന്നുണ്ട്. അപ്പോൾ സോണിനുള്ളിലേക്ക് കയറേണ്ടതായിട്ടുണ്ട് ഹൊവാക്ക് ടീം മെമ്പേഴ്സിന്. അവിടെ പതുക്കെ ഫയറിംഗ് ഒക്കെ എടുത്ത് കയറി ചെന്നു. ഹൊവാക്ക് കിങ്ങിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഹൊവാക്ക് XLR അവിടെ എത്തിയിട്ടുണ്ട്. ഹൊവാക്ക് XLR അവിടെ റിവൈവ് ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ സോണിൻ്റെ ഡാമേജ് കൂടെ കിട്ടുന്നതോടുകൂടി എന്താകും സ്ഥിതി എന്നറിയത്തില്ല. കേരള കിങ്ങിൻ്റെ കാര്യത്തിൽ തീരുമാനമാകുമെന്ന് തോന്നുന്നു. കേരള കിങ്ങിനെ അവിടെ സോണിനുള്ളിൽ പെടുത്തിയിട്ടൊക്കെയാണ്. ഹാസിം എന്തായാലും സ്പോട്ട് ചെയ്ത് ഹൊവാക്ക് ടീമിനെ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് കളിച്ച ഹൊവാക്ക് ടീമിനെ അവിടെ കേരള ടീം വൈപ്പ് ചെയ്തിട്ടുണ്ട്. വാർഗോഡിൻ്റെ ബ്ലിറ്റ്സ് അവിടെ ഇപ്പോഴും നിൽക്കുന്നുള്ളൂ. ബ്ലിറ്റ്സ് അവിടെ ഒരു കവറിൽ എത്തി നിൽപ്പുണ്ട്. അപ്പോൾ 5 ടീമുകളിലായിട്ട് 11 മെമ്പേഴ്സാണ് ലൈവായിട്ടുള്ളത്. ഇപ്പോൾ സോൺ ക്ലോസിങ് ചെയ്യുമ്പോൾ G10ലെ മെമ്പേഴ്സ് ആൻഡ് എക്സ്കൾസിലെ മെമ്പേഴ്സിനെല്ലാം സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. അവർ തമ്മിലുള്ള ഫൈറ്റിംഗ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഫുൾ ഓൺ ഫൈറ്റിംഗ് ആണ് ഗൈസ്. അപ്പോൾ ഫുൾ ഓൺ ഫൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്കൾസിലെ സൽമാൻ അവിടെ കയറി വരുന്നു. G10ലെ കോളനീനെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. സൽമാൻ അവിടെ കയറി വരുന്നുണ്ട്. കോളനി ആയിട്ടുള്ള ഫൈറ്റ്. NOT വൈപ്പർ അവിടെ കേരള ജാഗോപ്പിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. എക്സ്കലിൽ സൽമാൻ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. APK ക്രേസി അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ദൂരെ നോക്കുകയാണെങ്കിൽ കേരള ടീമിൻ്റെ അടുത്ത് ഇപ്പോഴും ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളയിലെ ജാഗോപ്പി ഓൾറെഡി ഡൗൺ ആണ്. ഹാസിം ഇപ്പോഴും നിൽക്കുന്നേ ഉള്ളൂ. ഹാസിമിൻ്റെ അടുത്ത് ഒരു മോൾട്ടോ ഒക്കെ എടുത്തെറിഞ്ഞിട്ടുണ്ടായിരുന്നു. മോൾട്ടോവിൻ്റെ ഡാമേജ് വളരെ മനോഹരമായിട്ട് തന്നെ കേരള ടീമിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. NOT വൈപ്പർ ഒരു രക്ഷയില്ല. എക്സ്കൾസിലെ മെമ്പേഴ്സ് ആൻഡ് G10ൻ്റെ ഫൈറ്റ് അവിടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന. എക്സ്കൾസിലെ ആഷിക്ക് അവിടെ G10 കോളനീനെ സ്പോട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതേമാതിരി G10ലെ ഷെൽബി അവിടെ പതുക്കെ വരുന്നുള്ളൂ. ഷെൽബിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റീലോഡ് ചെയ്ത് അടുത്ത ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഫിനിഷ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഷെൽബിയുടെ ഒരു M762ൻ്റെ ഒരു സ്പ്രേ മതിയായിരുന്നു. അപ്പം പതുക്കെ നമ്മുടെ എക്സ്കൾസിലെ സൽമാൻ അവിടെ കയറി ചെല്ലുന്നുണ്ട്. സൽമാൻ അവിടെ ദൂരെ നിന്ന് ഓടി ചെല്ലിയാണ്. APK ക്രേസി ആയിരുന്നെന്ന് തോന്നുന്നു. എന്തായാലും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഷെൽബിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ G10ലെ മെമ്പേഴ്സും അവിടെ ഫിനിഷ് ആകും. ഇനി 3 ടീമുകളിലായിട്ട് 6 മെമ്പേഴ്സ് അല്ല. കേരള വാർഗോഡിൻ്റെ ബ്ലിറ്റ്സ് അവിടെ ഇപ്പോഴും നിൽക്കുകയാണ്. ബ്ലിറ്റ്സ് അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നു. NOTയിലെ പോയിസൺ ആൻഡ് വൈപ്പർ അവിടെ നിൽക്കുന്നു. 2 പേരും അവിടെ കയറി ചെല്ലുന്നുണ്ട്. എക്സ്കൾസിനെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഇത് നല്ലൊരു ടോപ്പ് എൻഡിലാണ് നിൽക്കുന്നത്. ബ്ലിറ്റ്സ് എപ്പോഴും അവിടെ നിൽക്കുന്നത് വളരെ അടുത്തായിട്ടാണ് NOT ടീമിൻ്റെ.
അപ്പോൾ സോൺ അവിടെ ചുരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പതുക്കെ NOT ടീമിൻ്റെ അടുത്തേക്ക് ബ്ലിറ്റ്സിന് അവിടെ പോകേണ്ടതായിട്ടുണ്ട്. എക്സ്കൾസിലെ മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് NOT വൈപ്പറൊക്കെ നല്ലൊരു ഹയസ്റ്റ് റിഡ്ജ് കയറിയിരിക്കുകയാണ്. അപ്പോൾ പതുക്കെ ബ്ലിറ്റ്സ് അവിടെ മേളിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്. NOT വൈപ്പറെ സ്പോട്ട് ചെയ്യുമെന്ന് അറിയത്തില്ല. വൈപ്പർ അവിടെ ചെന്ന് കിടപ്പുണ്ട്. അപ്പോൾ വൈപ്പർ അവിടെ ബ്ലിറ്റ്സിനെ സ്പോട്ട് ചെയ്യുമെന്ന് അറിയത്തില്ല. ബ്ലിറ്റ്സ് അവിടെ പതുക്കെ കയറി ചെല്ലുകയാണ് വൈപ്പറിൻ്റെ അടുത്തേക്ക്. വൈപ്പർ സ്പോട്ട് കിട്ടുവാണെങ്കിൽ വൈപ്പറിൻ്റെ ബ്ലിറ്റ്സിൻ്റെ ഫുഡ് സ്റ്റെപ്പ് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പതുക്കെ നോക്കുന്നുണ്ട് ആശാൻ. അപ്പോൾ എന്തായാലും ശ്രമിക്കുന്നുണ്ട്. NOT വൈപ്പർ അവിടെ ഓപ്പണിൽ കയറി ചെല്ലുന്നുണ്ട്. അപ്പോൾ വൈപ്പറിനെ സ്പോട്ട് ചെയ്താൽ ചിലപ്പോൾ വല്ലതും കാണാൻ സാധിക്കും. വൈപ്പർ അവിടെ ദൂരെ നിന്ന് റൊട്ടേഷൻ എടുത്തിട്ട് കയറി ചെല്ലുന്നുണ്ട്. ബാക്കിൽ ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ വാർഗോഡ് ബ്ലിറ്റ്സിനെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ആശാൻ. NOT പോയിസൺ ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ബ്ലിറ്റ്സിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ടോ എന്നറിയത്തില്ല. എന്തായാലും NOT വൈപ്പർ അവിടെ ദൂരെ നിന്ന് സ്പ്രേ കൊടുക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു കവറിൽ നിൽക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്ത് മോളിയും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. ഡൗട്ട് ഉള്ളതുകൊണ്ട് ഒരു മോളി എടുത്ത് കൈ പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെന്തായാലും ഒരു ബാക്കിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ എക്സ്കൾസിലെ മെമ്പേഴ്സ് വരുന്നത് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. എക്സ്കൾസിലെ മെമ്പേഴ്സ് പതുക്കെ സോണിലേക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പതുക്കെ മലകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. NOT പോയിസണൊക്കെ അവിടെ ഓടി വരുന്നേ ഉള്ളൂ. പോയിസണൊക്കെ അവിടെ ദൂരേന്ന് ഓടി വന്ന് നിൽക്കുകയാണ്. അപ്പം ഒരു നല്ലൊരു കവറിൽ നിൽക്കുകയാണ് NOT വൈപ്പറും പോയിസണും. അപ്പോൾ വാർഗോഡ് ബ്ലിറ്റ്സ് അവിടെ നിന്ന് പതുക്കെ കിടക്കുന്നേ ഉള്ളൂ. ബ്ലിറ്റ്സ് അവിടെ കിടക്കുന്ന വൈപ്പർ ഇപ്പോഴും അവിടെ ഫയർ കൊടുക്കാൻ പോയിസൺ അവിടെ ഫയർ കൊടുത്ത് ആഷിക്കിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. എക്സ്കൾസിലെ സൽമാനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. സൽമാനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട് NOT വൈപ്പർ. അപ്പോൾ അതേമാതിരി ഉണ്ട് എക്സ്കൾക്കിലെ APK ക്രേസി ഇപ്പോഴും അവിടെ നിൽക്കുന്നുള്ളൂ. APK ക്രേസിയുടെ അടുത്തേക്ക് ക്ലോസിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. APK ക്രേസിയുടെ അടുത്തേക്ക് കയറി ചെല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേമാതിരി NOT വൈപ്പറിന് സാധിച്ചില്ല. ആ അപ്രോച്ച് കയറാൻ ചെല്ലാൻ സാധിച്ചില്ല. അപ്പോൾ അതേമാതിരി തന്നെ നമ്മുടെ NOT മെമ്പേഴ്സ് പതുക്കെ ക്ലോസിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ എക്സ്കൾസിലെ AP ക്രേസിയുടെ അടുത്തേക്ക് കയറി ചെല്ലുകയാണ്. തൊട്ടടുത്ത് നീഡുകളും കാര്യങ്ങളൊക്കെ എടുത്തെറിഞ്ഞു. പക്ഷേ ഡാമേജുകളൊക്കെ കിട്ടിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. എക്സ്കൾസിലെ മെമ്പേഴ്സിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ളത് വാർഗോഡിലെ ബ്ലിറ്റ്സ് മാത്രം. ബ്ലിറ്റ്സിൻ്റെ അടുത്തേക്ക് പതുക്കെ കയറി ചെല്ലുമായിരിക്കും. ബ്ലിറ്റ്സ് അവിടെ നിന്ന് സ്പോട്ട് മാറേണ്ടതാണ്. എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ബ്ലിറ്റ്സ് സ്പോട്ട് മാറേണ്ടതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ബ്ലിറ്റ്സിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യുന്നുള്ളത് ഷുവറാണ്. ബ്ലിറ്റ്സിൻ്റെ OP ക്ലച്ച് നടക്കുക. അപ്പോൾ NOT വൈപ്പർ അവിടെ ഓൾറെഡി 9 കില്ലെടുത്ത് കഴിഞ്ഞു. NOT ടീം മെമ്പേഴ്സ് അവിടെ 14 കില്ലെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോയിസൺ അവിടെ നേരെ ഓടി ചെല്ലുന്നുണ്ട്. പോയിസൺ അവിടെ പതുക്കെ കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. പോയിസണിൻ്റെ നീക്കം എങ്ങനെയാണെന്ന് പറയാം. വാർഗോഡ് ബ്ലിറ്റ്സിനെ തപ്പിയെടുക്കാനുള്ള ശ്രമത്തിലാണ്. ബ്ലിറ്റ്സിനെ നേരത്തെ സ്പോട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് അപ്പോൾ എന്തായാലും ബ്ലിറ്റ്സിനെ അവിടെ തപ്പിയെടുക്കാനുള്ള ശ്രമത്തിലാണ് NOT പോയിസൺ. അപ്പോൾ പതുക്കെ അവർ നേരത്തെ ഒന്ന് വന്നെങ്കിലും ആ ഫയറിംഗ് നടത്തിയില്ലായിരുന്നു. അപ്പോൾ NOT പോയിസൺ അവിടെ ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബ്ലിറ്റ്സിനെ തപ്പിക്കൊണ്ട് ബ്ലിറ്റ്സ് ഇപ്പോഴും അവിടെ മനോഹരമായിട്ട് തന്നെ ഹോൾഡ് ചെയ്തിരിക്കുന്നു. NOT പോയിസനെ നോക്കാം. പോയിസൺ അവിടെ ഇപ്പോഴും ഹോൾഡ് ചെയ്ത് തൊട്ടടുത്ത് നീഡുകളൊക്കെ ഇടാനുള്ള ശ്രമമാണ്. വൈപ്പറൊക്കെ ഓടി ചെല്ലുമെന്ന് അറിയത്തില്ല. എന്തായാലും ബ്ലിറ്റ്സ് വീണ്ടും പോയിസൺ അവിടെ രണ്ടും കൽപ്പിച്ച് കയറി ചെല്ലുന്നുണ്ട്. വാർഗോഡ് ബ്ലിറ്റ്സിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. തൊട്ടടുത്തേക്ക് സോൺ അവിടെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ സോണിൻ്റെ ഒരു ഡാമേജ് നമ്മുടെ വാർഗോഡിന് കിട്ടുന്നുണ്ട്. വാർഗോഡിലെ ബ്ലിറ്റ്സിന് കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോൾ NOT വൈപ്പർ ഒരു കോണിൽ കൂടെ കറങ്ങി ചെന്നിട്ടുണ്ട്. വൈപ്പർ ബ്ലിറ്റ്സിനെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കണ്ടിട്ട് വൈപ്പർ അവിടെ നിന്ന് മോളിയും കാര്യങ്ങളൊക്കെ എടുത്തെറിയുന്നുണ്ട്. അപ്പോൾ തൊട്ട് ബാക്കിലോട്ട് പോകാതിരിക്കാനെന്ന് തോന്നുന്നു. NOT പോയിസൺ അവിടെ കയറി ചെല്ലുന്നോണ്ടിരിക്കുകയാണ്. പോയിസനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. സോണിൻ്റെ ഡാമേജ് പോയിസനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. NOT വൈപ്പർ അവിടെ ദൂരെ നിന്ന് ഫയർ കൊടുത്തു. വൈപ്പറിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. വാർഗോഡ് ബ്ലിറ്റ്സ് OP എൻ്റെ മോനെ അവസാനം വാർഗോഡിലെ ബ്ലിറ്റ്സ് അവസാനം ഒപ്പിച്ചിട്ടുണ്ട്. ഒരു ചിക്കൻ ഡിന്നർ വാർഗോഡ് ടീമിന് വേണ്ടി വാർഗോഡ് ബ്ലിറ്റ്സ് അവിടെ ഒപ്പിച്ചിരിക്കുകയാണ്. ചിക്കൻ ഡിന്നർ അവസാനം വന്ന് നിന്ന് NOT വൈപ്പറിനെയും പോയിസനെയും ഫിനിഷ് ചെയ്തുകൊണ്ട് വാർഗോഡിൻ്റെ ബ്ലിറ്റ്സ് അവിടെ OP പ്രകടനം. അപ്പം വാർഗോഡ് ടീമാണ് ഇന്നത്തെ ചിക്കൻ ഡിന്നർ എടുത്തുകൊണ്ട് വരുന്നത്. ഒരു ട്വിസ്റ്റ് ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? ഒരു ട്വിസ്റ്റായി പോയി. എന്തായാലും വാർഗോഡ് മെമ്പേഴ്സ് 2vs1 ക്ലച്ച് വിജയിച്ചിരിക്കുകയാണ്. വാർഗോഡിലെ ബ്ലിറ്റ്സ് എന്തായാലും മനോഹരമായ സ്പ്രേയിലൂടെ നമ്മുടെ അവസാന വൈപ്പറിനെ ഫിനിഷ് ചെയ്തുകൊണ്ട് നമ്മുടെ വാർഗോഡ് ബ്ലിറ്റ്സ് അവിടെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഫൈറ്റിൻ്റെ എൻഡ് സ്വന്തമാക്കിയിരിക്കുകയാണ്. അപ്പം 7 കില്ലോട് കൂടി വാർഗോഡ് ടീം അവിടെ ചിക്കൻ ഡിന്നർ അടിച്ചപ്പോൾ NOT ടീം അവിടെ 2ാം സ്ഥാനത്ത് എത്തിയേക്കുന്നത് 14 കില്ലോട് കൂടി 2ാം സ്ഥാനത്തും. എക്സ്കൾസിലെ മെമ്പേഴ്സ് മനോഹരമായിട്ട് പൊരുതി 5 കില്ലോട് കൂടി 3ാം സ്ഥാനത്തും. G10ലെ മെമ്പേഴ്സ് 4ാം സ്ഥാനത്തും. 5ാം സ്ഥാനത്ത് കേരള ടീമും. 6ാം സ്ഥാനത്ത് ഹൊവാക്ക് ഒരു രക്ഷയില്ല. അപ്പോൾ അതിന് 16 കില്ലോട് കൂടി 6ാം സ്ഥാനത്തും. ഒറാക്കലിലെ മെമ്പേഴ്സ് 7ാം സ്ഥാനത്തുമാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. നമ്മുടെ 1xലെ മെമ്പേഴ്സ് 8ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തപ്പോൾ LMX അവിടെ 9ാം സ്ഥാനത്തും. നമ്മുടെ DK ടീം 10ാം സ്ഥാനത്തും. SN4 11ാം സ്ഥാനത്തുമാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. നമ്മുടെ ടീം SBA 12ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തപ്പോൾ TR ടീം 13ാം സ്ഥാനത്തും. LX മെമ്പേഴ്സ് 14ാം സ്ഥാനത്തും. റേറ്റിലെ മെമ്പേഴ്സ് 15ാം സ്ഥാനത്തും ഫിനിഷ് അയക്കുന്നത്. ടീഗോഡ് അവിടെ 16ാം സ്ഥാനത്തും. ആഷസ് അവിടെ 17ാം സ്ഥാനത്തും. F1 18ാം സ്ഥാനത്തും. RVL 19ാം സ്ഥാനത്തുമാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു വാർഗോഡ് റൂം മാച്ച് റിസൾട്ട്സ്. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ 800 സബ്സ്ക്രൈബേഴ്സ് ആയി കാണും എന്ന് അറിയില്ല. എന്തായാലും ബ്രോ ആവുകയാണെങ്കിൽ വളരെ ഉപകാരം. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നമുക്ക് നാളെ കാണാം.